everybody, welcome back to Xylem, welcome back to the world of English. So good morning everybody. So ഇന്ന് നമുക്ക് രണ്ട് എക്സാംസ് ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്, ഹിന്ദിയും ഉണ്ട്. ആൻഡ് ഇന്ന് നമ്മൾ ആദ്യത്തെ ഒരു മണിക്കൂറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാമറിലെ മുഴുവൻ ടോപ്പിക്കുകളാണ്. നിങ്ങൾക്കറിയാം, we have 6 topics to cover for the examination, such as reporter speech, conversation completion, editing, noun phrase and verb phrase, phrasal verbs, preposition. So ഈ 6 ടോപ്പിക്സും അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒറ്റ മണിക്കൂർ കൊണ്ട് റിവൈസ് ചെയ്യും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താണ്? മാക്സിമം ആളുകളിലേക്ക് ഇപ്പൊ തന്നെ ഈ ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക. ലൈവ് ലൈക്ക് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ പറയുന്നത് കൃത്യമായി കേട്ടിരിക്കുക. ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഗുഡ് മോർണിംഗ് നാച്ചു സാർ, ഗുഡ് മോർണിംഗ് റോമിയ, ഗുഡ് മോർണിംഗ് എവ്രിബഡി ആൻഡ് ഹാപ്പി ടു സീ യു ആൾ. ഈ സമയത്ത് 5:30 ഒരു മോഡൽ എക്സാമിന്റെ ഒക്കെ ദിവസം രാവിലെ ഇത്രയും നേരത്തെ നിങ്ങളെ കാണാൻ പറ്റുന്നത് വലിയ സന്തോഷമുണ്ട്. And good morning everybody. Okay, say everybody say good morning. Okay, let it be a good morning for everybody. എല്ലാവർക്കും ഇതൊരു good morning ആവട്ടെ. And yes, hello everybody, good morning, good morning, good morning everybody. Super. Okay, yes, so like ചെയ്യാത്ത എൻ്റെ കുട്ടികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത്. Okay, ready, 1 2 3 like ചെയ്തോ? ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്തോ? Okay, ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തേ. യെസ്, ഇനി എന്താ ചെയ്യേണ്ടത്? 1700 പേരും എന്ത് ചെയ്യുക? മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരോടും ഓടി വരാൻ വേണ്ടി പറയാൻ. ദിസ് ഇസ് ഗോയിങ് ടു ബി എ വെരി ക്രൂഷ്യൽ ലൈഫ് ഫോർ യു. ബിക്കോസ് നോക്കൂ, ഗ്രാമർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇന്ന് 20 മാർക്കിന് അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷയുടെ 4-1 ഗ്രാമറാണ്. 4-1 ഗ്രാമർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ക്രൂഷ്യലാണ്. അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളത്. പ്രത്യേകിച്ച് മോഡൽ എക്സാമിന് നമ്മൾ ഗ്രാമർ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കോൺഫിഡൻസിനെ വല്ലാതെ ബൂസ്റ്റ് ചെയ്യും, അല്ലേ? ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനത് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് നാച്ചൂസ് മൈൻഡ് എനിക്ക് കമൻറ്റ് ബോക്സിൽ തരണം. ഇത്രയേ ഉള്ളൂ കാര്യം. ഓൾവേസ് റെസ്പെക്ട് ദ ക്വസ്റ്റ്യൻ. ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ ശരി, ആ ക്വസ്റ്റ്യനെ റെസ്പെക്ട് ചെയ്യണം. എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യാം? ആ ക്വസ്റ്റ്യനെ എത്ര എളുപ്പമായിക്കോട്ടെ, എത്ര ഡിഫിക്കൽട്ട് ആയിക്കോട്ടെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ചോദ്യം വളരെ കെയർഫുൾ ആയിട്ട് വായിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. തെറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊന്നും ഒരു എന്താ പറയുക, അങ്ങനെ ഒരു വാർണിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ തെറ്റുമെന്നല്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. എൻ്റെ അശ്രദ്ധക്കുറവ് എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം തെറ്റിപ്പോരുത്. ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രം എന്ത് ചെയ്യരുത്? തെറ്റരുത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓരോ ചോദ്യവും ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, ഓരോ ചോദ്യവും ഞാൻ എന്ത് ചെയ്യും? ചെയ്ത് പോകും. ഓക്കെ, ചെയ്തു പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ആരെങ്കിലും അപ്രിസിയേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ, ടു ബി വെരി ഫ്രാങ്ക്, ഇന്നത്തെ ലൈവിൽ നമ്മൾ അപ്രിസിയേഷൻ പറയില്ല. കാരണം അപ്രിസിയേഷൻ നമ്മൾ ഓൾറെഡി ഓൾ പോയംസ് എന്ന് പറഞ്ഞൊരു ലൈവ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ആ ലൈവ് കണ്ട ആൾക്കാർക്ക് ഒരു ഫയർ ഇട്ടെ. SSLCയിലെ ഓൾ പോയംസ് നമ്മൾ 2-3 ദിവസം മുമ്പ് ഞാനും ജെഡി സാറും കൂടി ഒരു കംപ്ലീറ്റ് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ലൈവ് എന്ത് ചെയ്യുക? റെഫർ ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ, യെസ്. സോ ആ ലൈവ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് റെഫർ ചെയ്താൽ മതി. ആ ലൈവിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന അപ്രിസിയേഷനൊക്കെ കാണിക്കുന്നുണ്ട്. ആരൊക്കെയോ വന്ന് രാവിലെ എന്തൊക്കെയോ തമാശകൾ പറയുന്നുണ്ട്. തമാശ പറഞ്ഞ ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ഓക്കെ, ആൻഡ് റിപ്പോർട്ടഡ് സ്പീച്ച് ഞാൻ റൂൾസ് ഒന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കാം, 5 സ്റ്റെപ്സ് ആണ് റിപ്പോർട്ടർ സ്പീച്ചിൽ വേണ്ടത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന, അതായത് ഞാൻ റിപ്പോർട്ടർ സ്പീച്ച് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിപ്പോർട്ടർ സ്പീച്ച് ആയിരിക്കും. ആൻഡ് റിപ്പോർട്ടർ സ്പീച്ചിൽ നിങ്ങൾ ഈ 5 സ്റ്റെപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. ഈ സ്റ്റെപ്സ് മനസ്സിലായ ആളുകൾ, ഇതിൽ ഒരുപാട് സമയം സാർ സ്പെൻഡ് ചെയ്യേണ്ട, സാർ ക്വസ്റ്റ്യൻസ് ചെയ്തോളൂ എന്ന് പറയുന്ന ആൾക്കാർ എനിക്ക് ഒരു തംസ് അപ്പ് തരണം കമന്റ് ബോക്സിൽ. ആൻഡ് ലൈവ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക? ലൈവ് ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ അമർത്തി പൊട്ടിക്കുക. ഓക്കെ, സോ സ്റ്റെപ്പ് നമ്പർ 1 എന്താണ്? ആരോട് ചോദിച്ചു അല്ലെങ്കിൽ ഉത്തരം കൊടുത്തു എന്ന് എഴുതുക. അതായത് എക്സും വൈയും തമ്മിലൊരു കോൺവെർസേഷൻ ആയിരിക്കും. സോ ആദ്യം എക്സ് ആസ്ക്ഡ് വൈ എന്നായിരിക്കും മിക്കവാറും. ഇനി ചിലപ്പോൾ അല്ലെങ്കിൽ ചോദ്യം അല്ലെങ്കിൽ എക്സ് ടോൾഡ് വൈ എന്നായിരിക്കും. ദെൻ വൈ റിപ്ലൈഡ് എന്നായിരിക്കും. ദെൻ രണ്ടാമത്തെ എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് ലിങ്കിങ് വേർഡ് എഴുതുക എന്നുള്ളതാണ്.
മൂന്നാമത്തത് ലിങ്കിങ് വേർഡ് കഴിഞ്ഞതിന് ശേഷം സബ്ജക്റ്റ് എഴുതുക എന്നുള്ളതാണ്. നാലാമത്തത് ഓക്സിലറി വെർബിനെ അല്ലെങ്കിൽ മെയിൻ വെർബിനെ പാസ്റ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, യെസ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. സോ നിങ്ങൾക്ക് നോക്കൂ, ഒരു WH ക്വസ്റ്റൻ ആണെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും ലിങ്കിങ് വേർഡ്. യെസ് ഓർ നോ ക്വസ്റ്റൻ ആണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ എഴുതുക. സ്റ്റേറ്റ്മെന്റ് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസ് ആണെങ്കിൽ ദാറ്റ് ആണ് ലിങ്കിങ് വേർഡ്. ദെൻ ഇംപറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ 2+V1 ആണ്. ഇംപറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ 2+V1 ആണ്. ദെൻ ലിങ്കിങ് വേർഡിന് ശേഷം സബ്ജക്റ്റ് എഴുതുക. അവിടെ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്, ചില ക്വസ്റ്റ്യൻസിൽ, അതായത് ആ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരും, സ്പെസിഫിക്കലി ആ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരും. ഇന്ന് അങ്ങനത്തെ ഒരു ചോദ്യം വന്ന് എൻ്റെ മക്കൾ തെറ്റിക്കില്ല. WH ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം V2 ആണ് വരുന്നതെങ്കിൽ അതിൽ സബ്ജക്റ്റ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ വാട്ട് ഹാപ്പൻ, അതിൽ സബ്ജക്റ്റ് ഇല്ല, ഡയറക്റ്റ് സബ്ജക്റ്റ് ഇല്ല. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവും, വാട്ട് എന്നുള്ളത് എഴുതുക, എക്സ് ആസ്ക്ഡ് വൈ വാട്ട് എന്ന് എഴുതുക, എന്നിട്ട് ഹാപ്പൻഡ് എന്നുള്ളതിനെ നേരെ V2ലേക്ക് മാറ്റുക, ഹാഡ് ഹാപ്പൻഡിനേക്കാ. ദെൻ ഈ പറയുന്ന ഫോർമാറ്റിൽ എന്താ പറയുക, വേർബ്സിനെ കൺവേർട്ട് ചെയ്യാം അല്ലെ. V1 വന്നാൽ V2ലേക്ക് മാറ്റുക. V2 വന്നാൽ എന്തിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത്, V1 വന്നാൽ V2 ആണ്. V2 വന്നാൽ എന്തിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത്, V1 വന്നാൽ V2 ആണ്. V2 വന്നാൽ ഹാഡ് പ്ലസ് V3 അല്ലെ. V1 വന്നാൽ V2 ആണ്. V2 വന്നാൽ ഹാഡ് പ്ലസ് V3. അതുപോലെ ഈസോ ആമോ ആറോ വന്നാൽ വോസോ വേറോ ആണ്. വോസോ വേറോ വന്നാൽ എന്താണ്, ഹാഡ് ബീൻ ആണ്. മറന്നു പോരുത്, വോസോ വേറോ വന്നാൽ ഹാഡ് ബീൻ ആണ്. ദെൻ ഡൂം ഡസും വന്നാൽ ഡിഡ് ആണ്. ഡിഡ് വന്നാൽ ഹാഡ് പ്ലസ് V3 ആണ്. ഈ പറയുന്ന 3 കൺവേർഷൻ എൻ്റെ മക്കളൊന്ന് സെപ്പറേറ്റ് ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, ഗിവ് മൈ തംസ് അപ്പ്. ഈ പറയുന്ന 3 കൺവേർഷൻ എൻ്റെ മക്കള് സെപ്പറേറ്റ് ഓർമ്മിച്ച് വെക്കണം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. V1 വന്നാൽ V2 ആണ്. ഈസോ ആമോ ആറോ വന്നാൽ വോസോ വേറോ ആണ്. ഡുവോ ഡസോ വന്നാൽ ഡിഡ് ആണ്. ഹാവോ ഹാസോ വന്നാൽ ഹാഡ് ആണ്. വില്ല് വന്നാൽ വുഡ് ആണ്. ഷോള് വന്നാൽ ഷുഡ് ആണ്. ക്യാൻ വന്നാൽ കുഡ് ആണ്. മേ വന്നാൽ മൈറ്റ് ആണ്. ഇതൊക്കെ നമുക്കറിയാം അല്ലേ. വില്ല് വന്നാൽ വുഡ് ആണ്. ഷോള് വന്നാൽ ഷുഡ് ആണ്. ക്യാൻ വന്നാൽ കുഡ് ആണ്. മേ വന്നാൽ മൈറ്റ് ആണ്. ഇത് നമുക്കറിയാം. ഇനി അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിച്ച് വെക്കണം. എന്താണ്, ഈ പറയുന്ന മൊഡാൽ ഓക്സിലറി വെർബ്സിന്റെ V2 വന്നാൽ അത് പിന്നെ പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഹാഡ് വന്നാൽ ഹാഡ് തന്നെ, വുഡ് വന്നാൽ വുഡ് തന്നെ, ഷുഡ് വന്നാൽ ഷുഡ് തന്നെ, കുഡ് വന്നാൽ കുഡ് തന്നെ, മൈറ്റ് വന്നാൽ മൈറ്റ് തന്നെ. ഇതൊക്കെയാണല്ലോ. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ മറ്റുള്ള മാറ്റങ്ങൾ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടുഡേ വന്നാൽ ദാറ്റ് ഡേ എന്നായിക്കൊള്ളാം. ടുമോറോ വന്നാൽ നെക്സ്റ്റ് ഡേ എന്നാക്കണം. യെസ്റ്റർഡേ വന്നാൽ പ്രീവിയസ് ഡേ എന്നാക്കണം. ഇതൊക്കെ അറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നമ്മൾ നേരെ പരിപാടിയിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ റെഡി ആണെങ്കിൽ കമന്റ് ബോക്സിൽ റെഡി സർ എന്ന് പറഞ്ഞിട്ട് ഫുൾ പവർ കാണിച്ച് ലൈവ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം, ഈ ലൈവ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആ ലൈക്ക് ചെയ്യാത്ത മടിയന്മാരൊക്കെ എന്ത് ചെയ്യട്ടെ, ഒന്ന് ലൈക്ക് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പോൾ വന്ന ആൾക്കാർ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടായിരിക്കുക. പവറായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകും. ഓക്കെ, നിങ്ങൾ ഭയങ്കര സീരിയസ് ആവുമെന്ന് വേണ്ട, ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകും. ഓക്കെ, സോ ഞാനൊരു 3, 2, 1 പറയാം. അപ്പം ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത്. ഓക്കെ, റെഡി. ഓക്കെ, 3, 2, 1 ലൈക്ക്. ലൈക്ക് ചെയ്തില്ല, എന്നെ പറ്റിച്ചു. ഇല്ല, 2500 ലൈക്സ് ആയി. ഓക്കെ, അതിപ്പോൾ 3000 ലൈക്സ് ആവും. ഓക്കെ, അടിപൊളി. സോ മക്കളെ, ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഐ ലവ് യു. ഐ ലവ് യു ഓൾ. ഡു യു ലവ് മീ? ഐ ഡബ്ല്യു. ഡു യു ഡബ്ല്യു മീ? എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? ഓക്കെ, സോ ഐ ലവ് യു പീപ്പിൾ. ആൻഡ് സിൻസ് ഐ ലവ് യു, ഐ വോണ്ട് ടു ടെൽ യു, കാം ഡൗൺ, റിലാക്സ്, ഇറ്റ്സ് ഓക്കെ. ഇതിൽ മോഡൽ എക്സാമിന് ടെൻഷൻ ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും. എന്നാൽ മോഡൽ എക്സാമിന് ടെൻഷനുള്ള ആൾക്കാരോട് ഞാൻ പറയുന്ന കാര്യം എന്താണ്, റിലാക്സ്, calm down, it's okay, you got this. ഈ എക്സാം നമുക്ക് കിട്ടിയെന്നേ, ഈ എക്സാം നമ്മൾ നന്നായിട്ട് എഴുതുന്നേ. ഇനി ഒരു കാര്യം നാച്ചു സാർ ഉറപ്പ് തരാം, ഈ എക്സാം കുറച്ചൊരു ബുദ്ധിമുട്ടായി കഴിഞ്ഞാലും ആ എക്സാമിന്റെ പാറ്റേൺ എന്താണോ അത് വെച്ച് നമ്മൾ പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അല്ലാതെ നിങ്ങളിപ്പോൾ ടെൻഷൻ അടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. താങ്ക് യു എവ്രിബഡി. ഓക്കെ, താങ്ക് യു, ഐ ലവ് യു ഓൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരെ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോവാണ്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടും, ഞാനത് ചെയ്യും, നിങ്ങളപ്പോൾ കമന്റ് ബോക്സിൽ ഇടും. ഓക്കെ, വേഗം ചെയ്തോളാം, ഞാൻ കമന്റ് ബോക്സിൽ ഇടും. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോറി, ഞാൻ വേഗം ചെയ്യാം, നിങ്ങൾ ആൻസർ കമന്റ് ബോക്സിൽ ഇടും. ഓക്കെ, ദിസ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ, ആര് ആരോട് ചോദിച്ചു എന്നാണ്. സോ ആരാ ചോദിക്കുന്നത്? ഫ്രണ്ടാണ് ചോദിക്കുന്നത്. ആരോടാ ചോദിക്കുന്നത്? വാൻകയോടാണ് ചോദിക്കുന്നത്. ഐ എം സോറി. അപ്പോൾ ഇവിടെ എന്താ വരിക, ഫ്രണ്ട് ആസ്ക്ഡ് വാൻക. അടുത്തത് ലിങ്കിങ് വേർഡ്, WH ക്വസ്റ്റ്യൻ ആകുമ്പോൾ ലിങ്കിങ് വേർഡ് സെയിം ക്വസ്റ്റ്യൻ വേർഡ് ആണ്, വൈ. ഓക്കെ, വൈ. അടുത്തത് ഇവിടെ
ലിങ്കിങ് വേർഡ് കഴിഞ്ഞ ഉടനെ സബ്ജക്റ്റ് എഴുതണം. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? യു ആണ് സബ്ജക്റ്റ്. യു എന്നുള്ളത് വാൻ കെ ആയതുകൊണ്ട് യു എന്നുള്ളത് മാറി ഹി എന്നാവും. അടുത്തത് ആർ എന്ന് പറഞ്ഞ ഓക്സിലറി വേർബും ക്രൈയിങ് എന്ന് പറഞ്ഞ മെയിൻ വേർബും ഉണ്ട്. നമുക്കറിയാം ഓക്സിലറി വേർബും മെയിൻ വേർബും വന്നാൽ ഓക്സിലറി വേർബിനെ മാത്രം മാറ്റിയാൽ മതി. സോ വൈ ആർ യു ക്രൈയിങ് എന്നുള്ളത് മാറിയിട്ട് എന്താവും? വൈ ഹി വാസ് ക്രൈയിങ് എന്നാവും. വൈ ഹി വാസ് ക്രൈയിങ് എന്നാവും. ഓക്കെ, അപ്പൊ ഇത് ശരിയായ ആളുകൾ, ഇത് കറക്റ്റ് ആയ ആളുകളൊക്കെ ഒരു റെഡ് ഹാർട്ട് കമന്റ് ബോക്സിൽ ഇട്ട്, അതായത് ബാക്കിയുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഈ ചോദ്യം ഇത്ര എളുപ്പമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ശരിയായിട്ടുണ്ട്, സോ നീ ഇത് ശരിയാക്കണം എന്ന്. ഓക്കെ, അടുത്തത് വാൻക ആസ്ക്ഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, വാൻക റിപ്ലൈഡ് എന്ന് പറയണം. വാൻക റിപ്ലൈഡ്. ലിങ്കിങ് വേർഡ് എന്താ? ലിങ്കിങ് വേർഡ് ഇവിടെ ലിങ്കിങ് വേർഡ് ദാറ്റ് ആണ്, കാരണം സ്റ്റേറ്റ്മെന്റ് ആണ്. സോ വാൻക റിപ്ലൈഡ് ദാറ്റ്. മൈ മാസ്റ്റർ എന്നുള്ള സബ്ജക്റ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവും? ഹിസ് മാസ്റ്റർ. ഇനി ഹാസ് ബീറ്റൺ, ഹാസ് ആണ് ഓക്സിലറി വേർബ്, ഹാസ് മാറി ഹാഡ് ആവും. സോ ഹാസ് ബീറ്റൺ മാറി എന്താവും? ഹാഡ് ബീറ്റൺ ആവും. ബീറ്റൺ മാറ്റമൊന്നും വരില്ല. ബീറ്റൺ മീ എന്നുള്ളത് മാറിയിട്ട് എന്താവും? ഹിം എന്നാവും. ബീറ്റൺ ഹിം, ഹിം വിത്ത് എ സ്റ്റിറപ്പ് സ്ട്രാപ്പ്. ഓക്കെ, വിത്ത് എ സ്റ്റിറപ്പ് സ്ട്രാപ്പ്. ഓക്കെ, ഒരുപാട് പേർക്ക് ശരിയായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മക്കളെ. മാക്സിമം ആളുകളിലേക്ക് നാച്ചു സെഡ് ദാറ്റ് ഹി ലവ്സ് യു. I love you people. Okay, so മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ നമ്മൾ മോർണിംഗ് ബൂസ്റ്ററിൽ 5000 പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, 5000 കൺഗ്രാജുലേഷൻ, സൂപ്പർ. ഓക്കെ, അടിപൊളി. ഓക്കെ, സോ ലൈവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുതാം. ഇനി ഇങ്ങനെ ഒരു ചോദ്യം ശ്രദ്ധിക്കണം. അതായത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഡു വരുന്ന ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും വരിക. ഓക്കെ, ഡു വരുന്ന ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും വരിക. സോ ഡു വരുന്ന ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ശ്രദ്ധിക്കണം ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ ഇടാൻ വേണ്ട മക്കള്. നമുക്ക് ഡു വരുന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്നുമില്ല, ബാക്കിയൊക്കെ സെയിം ആണ്. എന്ത്? സ്റ്റെപ്പ് നമ്പർ 1, ഹു ആസ്ക്ഡ് ഹും, ആരോട് ചോദിച്ചു അല്ലെങ്കിൽ ഉത്തരം പറഞ്ഞു. സോ ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ബോയ് എന്നോ അല്ലെങ്കിൽ ദ ബോയ് എന്നോ എഴുതാം. ഇനി ഇവിടുത്തെ ലിങ്കിങ് വേർഡ് എന്താ? ലിങ്കിങ് വേർഡ് വൈ. കാരണം എന്താ? ഇതൊരു WH ക്വസ്റ്റൻ ആണ്. ലിങ്കിങ് വേർഡ് സെയിം ക്വസ്റ്റൻ ആണ്. അടുത്തത് സബ്ജക്റ്റ് എഴുതണം. അവിടെയും കുഴപ്പമൊന്നുമില്ല. വൈ ഹി. യു എന്നുള്ളത് മാറിയിട്ട് ബോയുടെ വിളിക്കുന്നുണ്ട് ഹി എന്നാവും. ഇനിയോ ഇവിടെ ഡു എന്ന് പറഞ്ഞ ഓക്സിലറി വേർബും ലുക്ക് എന്ന് പറഞ്ഞ മെയിൻ വേർബും ഉണ്ട്. സോ ടെക്നിക്കലി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ടെക്നിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് ഡൂവിനെ മാറ്റി, ഡൂവും ഡസും വന്നാൽ ഡിഡ് ആവുമല്ലോ, ഡിഡ് എന്ന് എഴുതുന്നു, ലുക്കിനെ അവിടെ വെക്കുന്നു. എന്നാൽ ഡിഡ് പ്ലസ് ലുക്ക് എന്താണ് എന്ന് എൻ്റെ കുട്ടികൾക്ക് അറിയാം. എന്താണ് ഡിഡ് പ്ലസ് ലുക്ക്? ഡിഡ് പ്ലസ് ലുക്ക് എന്ന് പറഞ്ഞാൽ ലുക്ക്ഡ് ആണ്. ഡിഡ് പ്ലസ് ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്ക്ഡ് ആണ്. അപ്പോ നമ്മൾ ഡിഡ് പ്ലസ് ലുക്ക് എന്ന് എഴുതുന്നതിന് പകരം, അതായത് ഡു വന്നു കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് ലുക്ക് എന്ന് എഴുതുന്നതിന് പകരം എന്ത് എഴുതിയാൽ മതി? ലുക്ക്ഡ് എന്ന് എഴുതിയാൽ മതി. സോ വൈ ഹി ലുക്ക്ഡ് വെരി എക്സൈറ്റഡ്. സോ ഈ ആൻസർ കിട്ടിയ ആൾക്കാർ ഒരു നാച്ചു സ്മൈൽ ഇട്ടേ. ഈ ആൻസർ കിട്ടിയ ആൾക്കാർ ഒരു കുഞ്ഞുമക്കളെ, സോ കുഞ്ഞുമക്കളെ നിങ്ങൾ വലിയ കുട്ടികളാണ് അല്ലേ? അടിപൊളി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ലൈവിൽ പഠിച്ചിട്ടുണ്ടല്ലേ, അപ്പൊ അതൊന്ന് റിവൈസ് ചെയ്താണ്. ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ദ ബോയ് വൈ ഹി ലുക്ക്ഡ് വെരി എക്സൈറ്റഡ്. സൂപ്പർ, അടിപൊളി. ഓക്കെ, റെസ്പെക്ട് ദ ക്വസ്റ്റ്യൻ, ബട്ട് റെസ്പെക്ട് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇനി ബി പാർട്ടിലേക്ക് വരുമ്പോ ബോയ് റിപ്ലൈഡ് ദാറ്റ്. ഐ എന്നുള്ള സബ്ജക്റ്റ് മാറിയിട്ട് ഹി എന്നാവും. ഇനിയോ സോ എന്ന് പറഞ്ഞാൽ V2 ആണ്. സോ എന്ന് പറഞ്ഞാൽ V2 ആണ്. അതിൽ സംശയമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇത്രയും പേർക്ക് ശരിയാണ്. നിങ്ങൾ സൂപ്പറാണ്. ഓക്കെ, നിങ്ങൾ അടിപൊളിയാണ്. ഓക്കെ, സോ എന്ന് പറഞ്ഞ വേർബ് എന്താണ്? V2 ആണ്. V2 വരുമ്പോൾ എന്താവും? ഹാഡ് പ്ലസ് V3 ആവും. സോ എന്ന് പറഞ്ഞ വേർബ് എന്താവും? ഹാഡ് സീൻ ആവും. ഹി ഹാഡ് സീൻ. ബാക്കിയൊക്കെ അതുപോലെ തന്നെ എഴുതി വെക്കുക. എന്ത്? എ ത്രില്ലിംഗ് ഫൈറ്റ് between a cobra and a mongoose. ഒരു കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ. ഓക്കെ, സെറ്റാണ്. അടുത്ത ചോദ്യം. ഇവിടെ ഒരു കുഞ്ഞു കാര്യം ശ്രദ്ധിച്ചാൽ മതി. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. നിങ്ങൾ എഴുതിയ ക്രിസ്മസ് എക്സാമിന്റെ ചോദ്യമാണ്. നോക്കൂ, സ്റ്റെപ്പ് നമ്പർ 1, ആരോട് ചോദിച്ചോ? ഓൺ ജെയിൻ ചോദിക്കുന്നു. ഓൺ ജെയിൻ ആസ്ക്ഡ് ജാക്ക്. ഓൺ ജെയിൻ ജാക്കിനോട് ചോദിക്കുന്നു. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാൻ ഭയങ്കര നിങ്ങളോട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് പോകുന്നതിനേക്കാൾ നല്ലത് എന്താണ്? നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്തു പോകുന്നതാണ്. ഓൺ ജെയിൻ ആസ്ക്ഡ് ജാക്ക്. ലിങ്കിങ് വേർഡ് ഹൗ ആണോ ഹൗ മച്ച് ആണോ? നിങ്ങൾ പറയാം കമന്റ് ബോക്സിൽ. ലിങ്കിങ് വേർഡ് ഹൗ ആണോ ഹൗ മച്ച് ആണോ? ലിങ്കിങ് വേർഡ് ഹൗ ആണോ ഹൗ മച്ച് ആണോ? അതെ, ഹൗ മച്ച് ആണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഹൗ മച്ച്, ഹൗ മെനി ഒക്കെ വരുന്ന സമയത്ത്
ഹൗ മച്ച് ആണ് ലിങ്കിങ് വേർഡ്, അല്ലെങ്കിൽ ഹൗ മെനി ആണ് ലിങ്കിങ് വേർഡ്. ഇനി ചിലപ്പോൾ ഹൗ മച്ച് മണി എന്നൊക്കെ ആണെങ്കിൽ ഹൗ മച്ച് മണി എന്ന് എഴുതേണ്ടി വരും. ഹൗ മെനി ഡേയ്സ് എന്നാണെങ്കിൽ ഹൗ മെനി ഡേയ്സ് എന്ന് എഴുതേണ്ടി വരും. അതൊന്ന് ബ്രെയിനിൽ വെക്കണേ, അതൊന്ന് ഓർമ്മിച്ച് വെക്കണേ. ഹൗ മച്ച്. ഇനി അവിടുത്തെ സബ്ജക്റ്റ് ഏതാ? യു എന്നുള്ളത് മാറിയിട്ട് ഹീ എന്നാവും. തെറ്റിക്കരുത്, ഓർഡറിൽ പോവാ. ആരോട് ചോദിച്ചു, സ്റ്റെപ്പ് നമ്പർ 1 ലിങ്കിങ് വേർഡ്. സ്റ്റെപ്പ് നമ്പർ 2 സബ്ജക്റ്റ്. ഇനി അടുത്തത് വളരെ സിമ്പിൾ ആണ്. കാരണം ഇവിടെ ഡു പ്ലസ് ഏൺ ആണ്, അത് ഏൺ ആണ്, അത് V2 ആവും. ഡിഡ് ഏൺ ആവണം. സോ ഹൗ മച്ച് ഹി ഏൺ. ഇതായിരുന്നു നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദ്യം. സോ ഈ പാറ്റേണിലൊരു ചോദ്യം എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അടിപൊളി. ഓക്കെ, ഇനി ഇതിന്റെ ബി പാർട്ടിലേക്ക് പോകുമ്പോൾ ബി പാർട്ട് എളുപ്പമാണ്, പക്ഷെ ശ്രദ്ധിക്കണം, അവിടെയും റെസ്പെക്ട് ദ ക്വസ്റ്റ്യൻ. ജാക്ക് റിപ്ലൈഡ്. ലിങ്കിങ് വേർഡ് എന്താ? ലിങ്കിങ് വേർഡ് ദാറ്റ് ആണ്. ജാക്ക് റിപ്ലൈഡ് ദാറ്റ്. ഐ എന്നുള്ളത് മാറിയിട്ട് ഹീ നാവും. ഏൺ എന്നുള്ളത് V1 ആണ്, അത് മാറ്റി V2 ആക്കണം. ഏൺഡ് എന്താണ്? 6 pounds a week. This is a simple question comparatively. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യെസ്, ഇങ്ങനത്തെ ഒരു ചോദ്യം ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഞാൻ ഈ പറയുന്ന പാറ്റേണിലെ ചോദ്യം വരുള്ളൂ, കാരണം ഇത്രയും വരാൻ സാധ്യതയുള്ളൂ. സോ ഡിഡ് വരുന്ന കേസിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എൻ്റെ മക്കൾ കമന്റ് ബോക്സിൽ ഇട്ട്. ഈ സ്ക്രീൻ ക്ലിയർ അല്ല, സ്ക്രീൻ ക്ലിയർ ആണല്ലോ, തമാശ പറയുന്നത്. സ്ക്രീൻ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് സ്ക്രീൻ. സോ സ്ക്രീൻ ക്ലിയർ ആവുന്ന ആൾക്കാർക്ക് നാച്ചൂസ് മൈലിട്ട് മോനൊന്ന് ആ ഇന്റർനെറ്റ് കണക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാവൂടാ. ഓക്കെ, യെസ്, അടിപൊളി. ഈ ചോദ്യം എങ്ങനെയാണ് വരിക? ഡിഡ് വരുമ്പോൾ ശ്രദ്ധിച്ചോളാം. ആദ്യത്തെ സ്റ്റെപ്പ് ഒന്നും പ്രശ്നമില്ല. ആരോട് ചോദിച്ചു? അക്ബർ ആസ്ക്ഡ് അലി. ലിങ്കിങ് വേർഡ് എന്താ? വൈ. അപ്പൊ എന്തെഴുതുന്നു? വൈ. സബ്ജക്റ്റ് ഏതാ? യു മാറി ഹി എന്നാവും. വൈ ഹി. അപ്പൊ ഇനി എന്താ കാര്യം? ഡിഡ് അപ്സെറ്റ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഡിഡ് വന്നാൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? ഹാഡ് പ്ലസ് വി. ഓക്കെ, സ്ക്രീൻ ഓക്കെ ആണ്. ഡിഡ് വന്നാൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവണം? ഹാഡ് പ്ലസ് V3 ആവണം. ഡിഡ് വന്നാൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവണം? ഹാഡ് പ്ലസ് V3 ആവണം. സോ എന്താ ചെയ്യാ? ഡിഡ് അപ്സെറ്റ് എന്നുള്ളത് എന്താവും? ഹാഡ് പ്ലസ് V3 ആവും. സോ വൈ ഹി ഹാഡ് അപ്സെറ്റ്. അപ്സെറ്റിന്റെ V1 V2 V3 അപ്സെറ്റ് തന്നെയാണ്. എങ്ങനെ നമ്മൾ പറയാല്ലേ, സെറ്റ് എന്ന് പറയുന്ന പോലെ അപ്സെറ്റ് ആണ്. ഓക്കെ, വൈ ഹി ഹാഡ് അപ്സെറ്റ് മൈ ബോക്സസ് ഓഫ് വെജിറ്റബിൾ. അവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ വേർബ് കൺവേർട്ട് ചെയ്തതിനു ശേഷം ചുമ്മാ ഇരിക്കുന്നത്, അപ്പുറത്ത് എന്തെങ്കിലും മാറ്റാനുണ്ടാവും. വൈ ഹിസ് ബോക്സസ് ഓഫ് വെജിറ്റബിൾസ്. ഓക്കെ, ഇത് ശരിയാണോ? ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ, ഇത് കിട്ടിയല്ലോ. Shukur. Nacho sir, the left side of the screen at the end is not visible. Oh, sorry. Okay. നിങ്ങൾ പറഞ്ഞു തന്ന കേട്ടോ, അത് ശരി. കാരണം ഞാൻ എൻ്റെ സ്ലൈഡ്സ് ലാപ്ടോപ്പിൽ ഉണ്ടാക്കുക. അപ്പോൾ ഈ സ്ലൈഡ്സ് ചെറിയ എന്താ പറയുക, ഇതിൻ്റെ ഓറിയന്റേഷൻ വ്യത്യാസമുണ്ട്. ഒന്നിങ്ങോട്ട് വരാമോ? ഓക്കെ, ഡൺ. അപ്പോൾ അതിപ്പോൾ ശരിയാക്കും കേട്ടോ. താങ്ക് യു കുട്ടാ, താങ്ക് യു മിഷാൽ, ഷുക്കൂർ, താങ്ക് യു ഫോർ ദ കൺഫർമേഷൻ. ഇനി നമ്മളിതിൻ്റെ ബി പാർട്ട്, ഇത് ശരിയായ ആൾക്കാർക്ക് ഒരു നാച്ചൂസ് മാറിയിട്ട് ഇനി നമ്മളിതിൻ്റെ ബി പാർട്ടിലേക്ക് പോവാണ്. ഇതിൻ്റെ ബി പാർട്ട് എന്താ? അലി റിപ്ലൈഡ് ദാറ്റ്. ഐ എന്നുള്ളത് മാറി ഹീ എന്നാവും. എൻ്റെ ചോദ്യം ഇതാണ്, couldn't find എന്താവും? This is an important question. Couldn't find. Yes, 6,000 വ്യൂസ് ആയിട്ടുണ്ട്. പക്ഷെ ലൈക്സ് ഇപ്പോഴും 4,454 ഉള്ളൂ. ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ദിസ് ഇസ് ദ ഓൺലി റിക്വസ്റ്റ് ഐ ഹാവ്. ഓക്കെ, സോ couldn't എന്താവും? എനിക്കറിയാവുന്നത് couldn't എന്താവും? couldn't അല്ലെ, couldn't എന്താവും? couldn't നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, can വന്നാൽ could ആവും, could വന്നാൽ കുഡ് തന്നെ, ഷോള് വന്നാൽ ഷുഡ് ആവും, ഷുഡ് വന്നാൽ ഷുഡ് തന്നെ. അപ്പൊ കുഡിന്റ് വന്നാൽ കുഡിന്റ് തന്നെ, ഒരു മാറ്റമില്ല. ഷുഡിന്റ് വന്നാൽ ഷുഡിന്റ് തന്നെ അല്ലെ. അപ്പൊ എന്താവും? കുഡിന്റ് ഫൈൻഡ്. കുഡിന്റ് വന്നാൽ കുഡിന്റ് തന്നെ. ഫൈൻഡിന് മാറ്റം വരുമില്ല. ഓക്സിലറി വേർബാ ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്സിലറി വേർബ് അവിടെ ഉണ്ട്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, കുഴപ്പമില്ല. മെയിൻ വേർബിനെ മാറ്റണ്ട. കുഡിന്റ് ഫൈൻഡ്. എന്താണ് കുഡിന്റ് ഫൈൻഡ്? മൈ സിസ്റ്റർ ഷൂസ് എന്നുള്ള മാറിയിട്ട് എന്താവും? ഇപ്പൊ ശരിയാക്കാം കേട്ടോ സ്ക്രീനിന്റെ കാര്യം. ഹിസ് സിസ്റ്റേഴ്സ് ഷൂസ് എന്നാവും. ഓക്കെ, ഇത് കിട്ടിയല്ലോ, ഇതും കാര്യം മനസ്സിലായി. ഓക്കെ മക്കൾ, എനിക്കൊരു കുഞ്ഞ് ആഗ്രഹമുണ്ട്. ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്റർ നമുക്ക് കൺകറന്റ് വ്യൂസിന് 10K ആക്കാൻ പറ്റുമോ? വാട്ട് യു തിങ്ക്? യെസ് ഓർ നോ? 10K ആക്കണേ നല്ല ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇപ്പം ഇവിടെ 6,400 പേരേ ഉള്ളൂ. സോ കുറച്ച് സമയത്തിന് മുമ്പ് നിങ്ങൾക്ക് 10K ആക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ ടൈപ്പ് മാറിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ടൈപ്പ് എന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആൻസർ ഇവിടെ എഴുതാം കേട്ടോ. ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും നേരം നമ്മൾ ചെയ്തത് WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഇത്രയും നേരം ചേർന്ന് WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഇനി ചെയ്യാൻ പോകുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒന്നുമില്ല, ആദ്യത്തെ സ്റ്റെപ്പൊക്കെ കറക്റ്റ്. റേ
ആസ്ക്ഡ് മാനേജർ. റേ ആസ്ക്ഡ് മാനേജർ. ആരോട് ചോദിച്ചു. സ്റ്റെപ്പ് നമ്പർ 2 എന്താ? ലിങ്കിങ് വേർഡ്. ഇവിടെ എന്താ ലിങ്കിങ് വേർഡ് എഴുതേണ്ടത്? എങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാക്കുക? അത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് വാട്ട്, വിച്ച്, വേർ, വൈ, വെൻ. ഇത് ഈ സ്ലൈഡിന് ഈ സൈഡ് കട്ടാവും. ലാപ്ടോപ്പിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഓക്കെ. അവർ പറഞ്ഞു എനിക്ക് മനസ്സിലായി, സ്ക്രീൻ ക്ലിയർ അല്ല എന്ന് എനിക്ക് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? കണ്ടോ ആ സൈഡ്, ഒരു കുഞ്ഞു സൈഡ് കട്ടാവുന്നുണ്ട്. ഓക്കെ റെഡി. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതൊരു ഓക്സിലറി വെർബിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുവച്ച് വാട്ട്, വേർ, വൈ, ദാറ്റ് ഒന്നും എഴുതാൻ പാടില്ല. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒന്ന് എഴുതിയില്ലേ മാർക്ക് പോകും മക്കളെ. എന്തൊക്കെയാണ്? വീണ്ടും ഞാൻ കുറഞ്ഞ സമയം വന്നിരിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ ചോദ്യ പേപ്പർ. നിങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പല ചോദ്യ പേപ്പറുകളും പല സ്കൂളുകളിൽ നിന്നും. പ്രിയപ്പെട്ട മക്കളെ, ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടു. അതായത് പല സ്കൂളിലും ക്വസ്റ്റ്യൻ പേപ്പർ എത്താൻ വൈകി എന്നൊരു ന്യൂസ് കേട്ടു. അതിൽ വളരെ സങ്കടമായ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ അത്രയും പ്രിപ്പയർ ആയി പോയിട്ട് എന്താ തീർച്ചയായിട്ടും അതൊരു അനാസ്ഥയായിട്ട് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. ചിലപ്പം ചോദ്യപേപ്പർ ചോർച്ചയുടെ ഭാഗമായിട്ട് ചോദ്യങ്ങൾ ലാസ്റ്റിലേക്ക് തരാനുള്ള ഉദ്ദേശമായിരിക്കും. എന്തിനാണെങ്കിലും അത് എഫക്റ്റീവ് ആക്കുക എന്നത് ഒരു ഗവൺമെന്റ് കുട്ടികളോട് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. സോ തീർച്ചയായിട്ടും ഇന്ന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. സോ എന്തിനാണ് മക്കളെ, നിങ്ങളെ കോൺഫിഡൻസ് ഒന്നും നിങ്ങൾ എവിടെയും ചോരരുത്. എത്ര വൈകിയാലും നിങ്ങൾ എങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിക്കുകയാണെങ്കിലും എത്ര തലകുത്തി മറിഞ്ഞാലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ആൻസേഴ്സിൽ എഴുതുക. എല്ലാവർക്കും ഉഷാറായിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇന്ന് നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ആണ് വരാൻ പോകുന്നത്. നല്ല അടിപൊളി 2 സബ്ജക്റ്റ് ആണ്. അതിൽ നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആവണ്ട കേട്ടോ. നിങ്ങളെ മാക്സിമം ഒരു 11-11:30 ആകുമ്പോൾ ക്ലാസ് അവസാനിപ്പിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് എന്താക്കാം, കിടന്നുറങ്ങാം. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുക. കുറച്ച് നേരത്തെ കിടന്നുറങ്ങുന്ന ആളുകൾ കുറച്ച് നേരത്തെ രാവിലെ എഴുന്നേറ്റുകൊണ്ട് ആ ക്ലാസ്സിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് ലാസ്റ്റത്തെ ആ ഒരു മോർണിംഗ് ബൂസ്റ്റർ കൂടി സെറ്റായാൽ നിങ്ങൾ അത് മതി. അത്ര പഠിച്ചാൽ മതി. മോഡൽ എക്സാം ആണ്. പറ്റുന്ന അത്രയും നമ്മൾ പഠിച്ചു പോകുക. അത്രയുള്ളൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പല കാര്യം നിങ്ങളും മറന്നു പോയിട്ടുണ്ടാവും. അന്ന് കാര്യമാക്കേണ്ട. നിങ്ങൾ കൊണ്ടാകുന്നത്ര നിങ്ങൾ ശ്രമിക്കാവുന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. സോ ഏറ്റവും വലിയ കാര്യം ചെയ്തത് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം പരീക്ഷ ഹാളിലേക്ക് പോവുക. ബൈ. So you do your best, okay? നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ പീപ്പിൾ. റേ ആസ്ക്ഡ് മാനേജർ. ഇവിടുത്തെ ലിങ്കിങ് വേർഡ് ആയിട്ട് ഞാൻ തൽക്കാലം ഇഫ് എഴുതുന്നു. അടുത്തത് സെയിം ആണ്. സബ്ജക്റ്റ് ഏതാണ്? യു ആണ്. യു മാറിയിട്ട് ഹി എന്നാവും. ഇനി നമുക്ക് അറിയാം എന്ത്? ഡു വന്നു കഴിഞ്ഞാൽ ഡു പ്ലസ് ഹാവ്. അവിടുത്തെ മെയിൻ വേർബ് ഹാവ് ആണ്. ഇഫ് ഹി ഡു പ്ലസ് ഹാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഹാവ്. ഡു പ്ലസ് ഹാവ് വന്നാൽ എന്താവും? ഇഫ് ഹി ഹാഡ്. ഇത് ശരിയായ ആൾക്കാരൊക്കെ ഒരു സ്മൈലി ഇട്ടെ. ഇത് ശരിയായ ആൾക്കാരൊക്കെ ഒരു നാച്ചു സ്മൈലി ഇട്ടെ. ഇഫ് ഹി ഹാഡ് ട്രെയിൻഡ് ടൈഗേഴ്സ്. എന്നാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യനെ റെസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം പറ്റും. എന്താ പ്രശ്നം? ട്രെയിൻ ടൈഗേഴ്സ് ഹിയർ എന്ന് പറയരുത്. എന്ത് പറയണം? ദർ എന്ന് പറയണം. ദർ എന്ന് പറയണം. ഓക്കെ ആണല്ലോ? വി വിൽ ട്രൈ അവർ ബെസ്റ്റ്. അടിപൊളി. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ ബി പാർട്ടിലേക്ക് പോയാൽ മാനേജർ റിപ്ലൈഡ്. ഇവിടെ ഒരു യെസ് ഉണ്ട്. നോ വന്നാൽ നെഗറ്റീവ്ലി എന്ന് എഴുതുക. യെസ് വന്നാൽ എന്ത് എഴുതുക? പോസിറ്റീവ്ലി ദാറ്റ്. സോ യെസ് വന്നാൽ എന്താ എഴുതേണ്ടത്? പോസിറ്റീവ്ലി ദാറ്റ്. എന്ത്? വി എന്നുള്ളത് മാറിയിട്ട് എന്താവും? ദേ എന്നാവും. ഹാവ് എന്നുള്ളത് മാറിയിട്ട് എന്താവും? ഹാഡ് എന്നാവും. സോ ഹാഡ് ട്രെയിൻഡ് ടൈഗേഴ്സ് ഹിയർ എന്നുള്ളത് മാറിയിട്ട് എന്താവും? ദർന്നാവും. ഓക്കെ, സോ കാര്യം മനസ്സിലായി. നമ്മൾ 7,000ലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ റെഡി. ഇനി അടുത്തത് ഞാൻ വേറൊരു ടൈപ്പ്. ഇനി ഈ ടൈപ്പ് ചോദ്യം നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. ഇത് നിങ്ങൾ ചെയ്യൂലേ? ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യൂലേ? അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ ഡിഡ് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യില്ലേ? സിമ്പിൾ അല്ലേ? ഇതാ ഇവിടെ നോക്കിക്കോളൂ. ഡിഡ് ആണ് വന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത അതേ പരിപാടി. നെയ്ബേഴ്സ് ആസ്ക്ഡ് ഹോമിയോപ്പത്ത്. ആരോട് ചോദിച്ചു? നെയ്ബേഴ്സ് ഹോമിയോപ്പത്തിനോട് ചോദിച്ചു. ലിങ്കിങ് വേർഡ് ഇഫ്. സബ്ജക്റ്റ് യു എന്നുള്ളത് മാറിയിട്ട് ഹി എന്നാവും. ഇനി ഇവിടെ നോക്കൂ, ഡിഡും ഉണ്ട് സിയും ഉണ്ട്. സോ ഡിഡ് വന്നാൽ നമുക്കറിയാം ഹാഡ് പ്ലസ് V3 മാറണം. സോ ഡിഡ് സി എന്താവും? ഇഫ് ഹി ഹാഡ് സീൻ ആവും. തെറ്റിക്കരുത്. ഇഫ് ഹി ഹാഡ് സീൻ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ. അതായത് നെക്സ്റ്റ് ഡേ എന്നുള്ളത് മാറില്ല. ടുമോറോ എന്നുള്ളത് മാറി നെക്സ്റ്റ് ഡേ ആവുള്ളൂ. നെക്സ്റ്റ് ഡേക്ക് ഒരു മാറ്റവും വരില്ല. ഇനി ബി എന്താണ്? ബി ഇതാണ്. ഹോമിയോപ്പത്ത് റിപ്ലൈഡ് ദാറ്റ്. ഐ ഹാവ് എന്നുള്ളത് മാറിയിട്ടുണ്ടാവും
he had now. I എന്നുള്ള he now, have എന്നുള്ള had now. Never seen. It എന്നുള്ളത് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ദാറ്റ് എന്ന് എഴുതുന്നതാണ് നല്ലത്. ദാറ്റ് സെൻസ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതും നിങ്ങൾ തെറ്റിക്കില്ല. ഈ ടൈപ്പ് നിങ്ങൾ തെറ്റിക്കില്ലല്ലോ. ഓക്കെ ആണല്ലോ. ഈ ടൈപ്പിൽ നിങ്ങൾ കോൺഫിഡന്റ് ആയല്ലോ. ഈ ടൈപ്പിൽ നിങ്ങൾ കോൺഫിഡന്റ് ആയി. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ടൈപ്പിലേക്ക് പോവാണ്. ഈ ചോദ്യം കൂടെ ചെയ്ത് നമ്മൾ എല്ലാ ടൈപ്പും ചെയ്യുന്നുണ്ട് കേട്ടോ, റിപ്പോർട്ട് സ്പീച്ചിൽ പ്രത്യേകിച്ച്. കാരണം അത് കോൺഫിഡൻസ് ബിൽഡിങ്ങിന്റെ ഭാഗമാണ് ആദ്യത്തെ ചോദ്യം ശരിയാക്കുക എന്നുള്ളത്. ഓക്കെ, സോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തടാ. ഓക്കെ, യെസ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കൂ. ആദ്യത്തേതാണ് ചോദ്യം. മരിയ ആസ്കഡ് അഡിച്ചി. മരിയ ആസ്കഡ് അഡിച്ചി. ഓക്കെ, മരിയ ആസ്കഡ് അഡിച്ചി. ആരോട് ചോദിച്ചു. രണ്ടാമത്തെ എന്താണ്? ലിങ്കിങ് വേർഡ്. ഇഫ് ആണ് ലിങ്കിങ് വേർഡ്. ശരി, സബ്ജക്റ്റ് ഏതാണ്? ഐ എന്നുള്ളത് മാറിയിട്ട് ഷീ എന്നാവും. ഇനിയോ ഇവിടെ കുഡ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബും ലിസൺ എന്ന് പറഞ്ഞ മെയിൻ വെർബും ഉണ്ട്. ഇവിടെ എന്താ പ്രശ്നം? നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. കാരണം കുഡ് വന്നാൽ കുഡിന് എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. കുഡ് വന്നാൽ കുഡ് തന്നെ. ക്യാൻ വന്നാൽ കുഡാണ്, കുഡ് വന്നാൽ കുഡ് തന്നെ. സോ ഓക്സിലറി വെർബ് മാറ്റവും പറ്റുന്നില്ല. മെയിൻ വെർബ് തൊടണ്ട. ലിസൺ, ഒരു മാറ്റവും ഇല്ല. ലിസൺ ടു യുവർ ട്രൈബൽ മ്യൂസിക് എന്നുള്ളത് മാറിയിട്ട് എന്താവും? ഹെർ ട്രൈബൽ മ്യൂസിക് എന്നാവും. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായ ആളുകളൊക്കെ ഒരു നാച്ചു സ്മൈൽ ഇടാവോ? ഈ എഴുതിയ ആൻസർ മനസ്സിലായ ആളുകളൊക്കെ ഒരു കുഞ്ഞ് നാച്ചു സ്മൈൽ കമന്റ് ബോക്സിൽ ഇടുക. യെസ്, നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. ഇനി വാ, ബി പാർട്ടിലേക്ക് വരുന്നു. എങ്ങനെയാ ബി പാർട്ടിലേക്ക് വരുന്നത്? നേരത്തെ നമ്മൾ യെസ് വന്നപ്പോൾ പോസിറ്റീവിൽ നിന്ന് എഴുതി. ഇവിടെ നോ ആണ് വരുന്നത്. സോ അഡിച്ചി റിപ്ലൈഡ് നെഗറ്റീവ്ലി ദാറ്റ്. ഇവിടെ ദാറ്റ് ഇടാൻ മറന്നുപോയ ആൻസർ തെറ്റും. കാരണം എന്താ? ദാറ്റ് എന്ന് പറയുന്നത് ലിങ്കിങ് വേർഡ് ആണ്. അത് യെസ് നോ ആയാലും ദാറ്റ്. യെസ്, ഒരുപാട് പേർക്ക് എന്തായിട്ടുണ്ട്, കാര്യം മനസ്സിലായിട്ടുണ്ട്, ശരിയായിട്ടുണ്ട്. സൂപ്പർ എടാ, സൂപ്പർ. ഒക്കെ അതിശി റിപ്ലൈ നെഗറ്റീവ്ലി ദാറ്റ്. ഐ എന്നുള്ളത് മാറി ഷീ എന്നാവും. നോർമലി നമുക്ക് വേറെ എവിടെ എഴുതാൻ പറ്റില്ല. ലിസൺ. നേരത്തെ നമ്മൾ ലിസൺ മാറ്റാത്തത് ലിസണിന്റെ കൂടെ കുഡ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ് ഉള്ളതുകൊണ്ടാണ്. ഓക്സിലറി വെർബ് ഉള്ളപ്പോൾ ഓക്സിലറി വെർബിനെയാണ് മാറ്റേണ്ടത്. എന്നാൽ ഇവിടെ ഓക്സിലറി വെർബ് ആരുമില്ല, മെയിൻ വെർബാണ് ഉള്ളത്. അപ്പോൾ ലിസൺ മാറിയിട്ട് എന്താവണം? ലിസൺഡ് ആവണം. ലിസൺ ടു ഇംഗ്ലീഷ് പോപ്പ് സോങ്സ്. ഓക്കെ, കാര്യം മനസ്സിലായി. ഇനി ഈ ചോദ്യം, ഇതൊരു ഗംഭീര ചോദ്യമാണ്. ഇതൊരു അടിപൊളി ചോദ്യമാണ്. 3 ഗംഭീര ചോദ്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. സോ ഇതിന്റെ ആൻസർ എന്നേക്കാൾ വേഗത്തിൽ കമന്റ് ബോക്സിൽ ഇടാൻ പറ്റുമോ നിങ്ങൾ നോക്കൂ. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സോ എ പാർട്ട് ആരോട് ചോദിച്ചു? ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഡോക്ടർ ക്രോണിൻ ആസ്ക്ഡ് മിസ്റ്റർ ജോൺ. ഡോക്ടർ ക്രോണിൻ മിസ്റ്റർ ജോണോട് ചോദിച്ചു. ലിങ്കിങ് വേർഡ് എന്താ? വൈ ആണ് ലിങ്കിങ് വേർഡ്. സോ ഞാൻ എന്ത് എഴുതുന്നു? വൈ എന്ന് എഴുതുന്നു. സബ്ജക്റ്റ് ഏതാ? യു ആണ്. യു മാറി എന്ത് എഴുതുന്നു? യു മാറി ഹി എന്ന് എഴുതുന്നു. അടുത്തത് നമുക്കറിയാം, ഡിഡ് അറ്റംപ്റ്റഡ്. ഡിഡ് വന്നാൽ ഹാഡ് പ്ലസ് V3. സോ ഡിഡ് വന്നാൽ ഹാഡ് പ്ലസ് V3 എങ്ങനെയാ വരിക? വൈ ഹി ഹാഡ് attempted suicide. ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നും കൊണ്ട് ചെയ്യരുത്, ആൻസർ എഴുതണം. വൈ ഹി ഹാഡ് അറ്റംപ്റ്റഡ് സൂയിസൈഡ്. യെസ്, ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യത്തെ പാട്ട് ശരിയാക്കിയിട്ടുണ്ട്. എന്നാൽ ബി പാട്ടോ മക്കളെ, നാച്ചു സാറിന് ഒരു കുഞ്ഞാഗ്രഹമുണ്ട്. എന്താണ് കുഞ്ഞാഗ്രഹം? ഇന്ന് ഈ ലൈവിൽ നാച്ചു സാർ 6:30 വരെ ഉണ്ടാവും. 6:30 വരെ നാച്ചു സാർ ഉണ്ടാവാം. സോ 6:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് 10K ക്രോസ് ചെയ്യണം. ചിലപ്പോൾ പറ്റും. ഓക്കെ, നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു 7,000 8,000 ലൈക്സ് ആക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ യൂട്യൂബിൽ മനസ്സിലാവും ഓക്കെ ഇത് ഇമ്പോർട്ടൻറ്റ് ലൈവാണ്. അപ്പോൾ എന്ത് ചെയ്യും? അത് ആൾക്കാരിലേക്ക് പുഷ് ചെയ്തോളൂ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഈ ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. ചുമ്മാ ഇപ്പം തന്നെ ഷെയർ ചെയ്തോളൂ. 6 മണി ആവുന്നേ ഉള്ളൂ. 6116 6116 ലൈക്സ് ആണ് ഇപ്പോൾ ഉള്ളത്. അത് മാക്സിമം നിങ്ങൾ ചെയ്യുക. സോ അത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്. ഓക്കെ സർ, അപ്രിസിയേഷൻ ഏതാണ് ചോദിക്കുക? ദാറ്റ്സ് ആൻ അബ്സല്യൂട്ട്ലി റോങ് ക്വസ്റ്റ്യൻ. എനിത്തിങ്. ഓക്കെ, എൻ്റെ ഗസ് ഇല്ല. മദർ ടു സൺ ഒന്ന് പഠിച്ചു വെച്ചോളൂ, നല്ലതാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി ഒരു റൗണ്ട് നിങ്ങൾ പഠിച്ചായിരിക്കുമല്ലോ. ഓക്കെ, ബി പാർട്ട് വരികയാണ്. ബി പാർട്ടിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നോക്കൂ, മിസ്റ്റർ ജോൺ റിപ്ലൈഡ്. ലിങ്കിങ് വേർഡ് എഴുതാൻ മറന്നു പോകരുത്. ലിങ്കിങ് വേർഡ് എന്താണ്? ദാറ്റ് ആണ്. ലിങ്കിങ് വേർഡ് ഏതാണ്? ദാറ്റ് ആണ്. ഇനിയോ ഐ സ്റ്റോൾ എന്നുള്ളത് മാറിയിട്ട് എന്താവും? ഹി. സ്റ്റോൾ എന്നുള്ളത് V2 ആണ്. സ്റ്റോൾ എന്നുള്ളത് എന്താണ്? V2 ആണ്. V2 വന്നാൽ ഹാഡ് പ്ലസ് V3 ആവും. സോ ഹി ഹാഡ് സ്റ്റോളൻ എ സം ഓഫ് മണി. അല്ലേ? നോക്കൂ, ഇവിടെ സ്റ്റോൾ എന്നുള്ളത് ഇവിടെ എത്തിയപ്പോൾ എന്തായി? ഹാഡ് സ്റ്റോളൻ ആയി. സം ഓഫ് മണി, കാരണം V2 വന്നപ്പോൾ ഹാഡ് പ്ലസ് V3 ആയി. ഫ്രം മൈ ഓഫീസ് സേഫ് എന്നുള്ളത് മാറിയിട്ട് എന്തായി? ഹിസ് ഓഫീസ് സേഫ്. ഇനിയോ ഈ വേർഡ് ശ്രദ്ധിച്ചോളൂ. ഏത് വേർഡ്?
ഈ വേർഡ് ആൻഡ് അങ്ങനെ വരുമ്പോൾ ആ തൊട്ടടുത്ത ക്ലോസിലും കൂടെ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ വേർബിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ആൻഡ് ഐ എന്നുള്ളത് മാറിയിട്ട് എന്താവും, ഹി എന്നാവും. ഇനി ഇതാണ് എനിക്കറിയേണ്ടത്, വാസ് അഫ്രേഡ് എന്താവും. നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകുള്ളൂ. കമന്റ് ബോക്സിൽ ഐ എന്നുള്ളത് ഹി എന്നാവും, ശരി സമ്മതിച്ചു. വാസ് അഫ്രേഡ് എന്താവും, വാസ് അഫ്രേഡ് എന്താവും, നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞോ. വാസ് അഫ്രേഡ് എന്താവും. ഓക്കെ, ന്യൂ ഇമോജി ഫോർ നാച്ചു സാർ. എനിക്കത് വേണ്ട, എനിക്ക് മറ്റേ ഇമോജി മതി. ഈ ഇമോജി വേണ്ട, മറ്റേ ഇമോജി മതി. എൻ്റെ നാച്ചു സ്മൈൽ ഇമോജി എനിക്കത് മതി. ഓക്കെ, 7.5K 7.6K ആണ് ആക്ച്വലി. ഓക്കെ, യെസ്. വോസോ വേറോ വന്നാൽ ഹാഡ് ബീൻ ആണ്. അപ്പൊ വാസ് അഫ്രേഡ് എന്നുള്ളത് എന്താവും, തെറ്റിക്കരുത്. എന്താവും, ഹാഡ് ബീൻ അഫ്രേഡ് ആവും. ഹാഡ് ബീൻ അഫ്രേഡ്, ബാക്കിയൊക്കെ അത് തന്നെ. ഓഫ് ദി പ്രോസിക്യൂഷൻ. അടിപൊളിയായിട്ട് കിട്ടിയോ. ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം. നോക്കിക്കോളെ, ഈ ചോദ്യം കൂടെ കഴിഞ്ഞാൽ റിപ്പോർട്ട് സ്പീച്ച് കഴിഞ്ഞു. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ പഠിക്കും. എ പാർട്ട്, ഡോക്ടർ ക്രോണിൻ ആസ്ക്ഡ് മിസ്റ്റർ ജോൺ. ഡോക്ടർ ക്രോണിൻ ആസ്ക്ഡ് മിസ്റ്റർ ജോൺ. ഇതിൽ സംശയമൊന്നുമില്ല, ഇല്ല. സബ്ജക്റ്റ് ഏതാ, സബ്ജക്റ്റ് അല്ല, ലിങ്കിങ് വേർഡ് ഏതാ, വോട്ട് ആണ് ലിങ്കിങ് വേർഡ്, വോട്ട്. സബ്ജക്റ്റ് ഏതാ, ഇതിൽ സബ്ജക്റ്റ് ഉണ്ടോ, യെസ് ഓർ നോ, നിങ്ങൾ പറ. ഇതിൽ സബ്ജക്റ്റ് ഉണ്ടോ, യെസ് ഓർ നോ. ഇതിൽ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. അപ്പം ഞാനിത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു കുഞ്ഞു കാര്യം പറയാം. ഇതെന്താ സാധനം, WH ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താ സാധനം, V2 ആണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്ന് പറ്റിക്കാൻ സാധ്യതയുണ്ട്. ഇതെന്താ സാധനം, ഇത് WH ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ്, ഇത് ഇതെന്താണ്, V2 ആണ്. സോ WH ക്വസ്റ്റ്യന് ശേഷം V2 വന്നാൽ അതിൽ സബ്ജക്ട് അടിപൊളി. ഓക്കെ, നിങ്ങൾക്ക് കാര്യമൊക്കെ അറിയാം. ഓക്കെ, നമ്മൾ ഇത് മുമ്പ് ഇത് പഠിച്ചതാണ് അല്ലേ, വാട്ട്. അപ്പോൾ ഇതിൽ സബ്ജക്ട് ഉണ്ടാവില്ല. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, ഇതിൽ ഓക്സിലറി വെർബ് എവിടെ ഇല്ലല്ലോ. വാട്ട് ഡയറക്റ്റഡ് യുവർ ലൈഫ് ഇൻ ടു യൂത്ത് വെൽഫെയർ. ഇതിൽ ഓക്സിലറി വെർബ് എവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ഡയറക്റ്റഡ് V2നെ നേരെ ഹാഡ് പ്ലസ് V3യിലേക്ക് ആകുന്നു. വാട്ട് ഹാഡ് ഡയറക്റ്റഡ് യുവർ ലൈഫ് എന്നുള്ളത് മാറിയിട്ട് എന്താവും, ഹിസ് ലൈഫ് എന്നാവും. ഇൻ ടു യൂത്ത് വെൽഫെയർ, ഓക്കെ. ഇനി ഇതിന്റെ ബി പാർട്ടിലേക്ക് വരുമ്പോൾ മിസ്റ്റർ ജോൺ റിപ്ലൈഡ് ദാറ്റ്. ഇനി ഈ ഇറ്റ് എന്താവും, ശ്രദ്ധിച്ചോളെ. ഈ ഇറ്റ് ദാറ്റ് ആവോ. അതായത് ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഒരു ദാറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഇറ്റിനെ മാറ്റി ദാറ്റ് ആക്കുമ്പോൾ ആൻസർ എങ്ങനെയാ വരിക, മിസ്റ്റർ ജോൺ റിപ്ലൈഡ് ദാറ്റ് എന്നാണ് വരിക. മിസ്റ്റർ ജോൺ റിപ്ലൈഡ് ദാറ്റ്. അങ്ങനെ എഴുതാൻ പാടില്ല. അപ്പൊ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഇറ്റ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഇറ്റ് വരുമ്പോൾ നിങ്ങൾ ഇറ്റ് തന്നെ എഴുതിയാൽ മതി. അപ്പൊ ഇങ്ങനെ ആൻസർ വരിക. സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ്, പൊസിഷനിലാണ് ഇറ്റ് വരുന്നതെങ്കിൽ ഇറ്റ് തന്നെ എഴുതുക. ഓക്കെ, മിസ്റ്റർ ജോൺ റിപ്ലൈഡ് ദാറ്റ് ഇറ്റ് വാസ് യുവർ ഹെൽപ്പ്. ശ്രദ്ധിക്കണേ, വാസ് കണ്ടാൽ മനസ്സിൽ എന്ത് വരണം, ഹാഡ് ബീൻ. ഇറ്റ് ഹാഡ് ബീൻ യുവർ ഹെൽപ്പ് എന്നുള്ളത് മാറിയിട്ട് എന്താവും, ഹിസ് ഹെൽപ്പ് എന്നാവും. ദാറ്റ്. അപ്പോൾ ഇവിടെ ഈ ആൻഡും ദാറ്റൊക്കെ പോലെ വേർഡുകൾ വരുമ്പോൾ ശ്രദ്ധിച്ചോളും. ലെഫ്റ്റിലും റൈറ്റിലും നിങ്ങൾക്ക് മാറ്റാനുണ്ട്. ദാറ്റ്. ഡയറക്റ്റഡ് എന്നുള്ളത് V2 ആണ്. V2ന് എന്താക്കണം, ദാറ്റ് ഹാഡ്, തെറ്റിക്കരുതേ, ദാറ്റ് ഹാഡ് ഡയറക്റ്റഡ്. മീ എന്നുള്ളത് മാറിയിട്ട് എന്താവും, ഹിം എന്നാവും. ഇൻ ടു ദിസ് ഫീൽഡ് എന്നുള്ളത് ദാറ്റ് ഫീൽഡ്. അവിടെ വരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഈ ചോദ്യം അടിപൊളി. യെസ്, 8,000 people are watching the live. മുന്നോട്ട് പോവാണ്. എനിക്ക് 10K എന്നുള്ള പറഞ്ഞ നമ്പറിലേക്ക് നമ്മൾ എത്തുമെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ അതൊരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് ശരിയായ ആൾക്കാരൊക്കെ കമന്റ് ബോക്സിൽ ഒരു ഗംഭീര ഫയർ ഇട്ടോളൂ. കാരണം യു ഡിസേർവ് ഇറ്റ്. പാറ്റ് ഓൺ യുവർ ഷോൾഡർ. സൂപ്പർ, അടിപൊളി. ഓക്കെ, ആൻഡ് ദാറ്റ് ബ്രിങ്സ് us to ഈ ടോപ്പിക്കിൽ റിപ്പോർട്ട് സ്പീച്ചിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു മോർണിംഗ് ബൂസ്റ്ററിൽ, ഇത്രയും ഒന്നും ഒരു കാലത്ത് മോർണിംഗ് ബൂസ്റ്ററിൽ ഒരാളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. മോർണിംഗ് ബൂസ്റ്ററിലാണ്. സോ ഈ ചോദ്യം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക്, ദിസ് ഈസ് എ പ്രഡിക്ഷൻ. ഓക്കെ, ചിലപ്പോൾ പരീക്ഷിക്കുന്ന ഇതുപോലെ ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് റിപ്പോർട്ട് ചെയ്യാൻ തരാം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമുക്കൊരു മസിൽ മെമ്മറി ഉണ്ട്. എന്ത്, അക്ബർ ആസ്ക്ഡ് അലി. എന്നാൽ ഇവിടെ നോക്കി, ഇവിടെ അക്ബർ അലിയോട് ചോദിക്കുന്നതല്ല, അക്ബർ അലിയോട് പറയുന്നതാണ്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചോളെ. അല്ലെങ്കിൽ ചോദ്യത്തിന് ആൻസർ മനസ്സിലായ ആളുകൾ ഒരു നാച്ചു സ്മൈൽ, ഞാൻ പറയുന്ന പോലെ ഒന്ന് കേൾക്കോ, ഒരു നാച്ചു സ്മൈൽ, ഒരാൾ ഒരു നാച്ചു സ്മൈൽ ഇട്ടോ, ഒറ്റൊന്ന്.
എത്ര പേര് നാച്ചു സാർ പറയുന്നത് കേൾക്കും നോക്കട്ടെ. ഇത് ഇപ്പോഴല്ല കേട്ടോ, മനസ്സിലായ ആൾക്കാർ കുറച്ച് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു നാച്ചു സ്മൈലി ഇടുക കേട്ടോ. നോക്കൂ, ഇവിടെ അക്ബർ ആസ്ക്ഡ് എന്ന് പറയാൻ പറ്റില്ല. അക്ബർ പിന്നെ എന്ത് പറയണം? അക്ബർ ടോൾഡ് അലി. എൻ്റെ അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട്. ഓക്കെ, അക്ബർ ടോൾഡ് അലി. ഇനി എന്താണ്? ഇൻഫോം യുവർ മദർ, നിന്റെ അമ്മയെ അറിയിക്കൂ. അതൊരു കമാൻഡ് ആണ്, അതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. സോ ഇമ്പറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് എങ്ങനെയാണ്? 2 + V1. എന്താണ്? 2 + V1. സോ അക്ബർ ആസ്ക്ഡ് അലി ടു ഇൻഫോം. സോ മനസ്സിലായല്ലോ, 2 + V1. അടിപൊളിയാണ്, താങ്ക് യു. ചില ആൾക്കാർ 2 എണ്ണം, ഞാൻ 1 ഇടൂടാ 2 ഇടും ഇല്ലേ? ഓക്കെ, നിങ്ങളൊക്കെ എൻ്റെ കുട്ടികളാണ്. സോ നിങ്ങൾ 2 3 എന്തായാലും കുഴപ്പമില്ല, പക്ഷെ ഒരു നാച്ചുസ് വരി മനസ്സിലാവരൊന്നും ഇടണം കേട്ടോ. സോ അക്ബർ ടോൾഡ് അലി ടു ഇൻഫോം യുവർ മദർ, നിന്റെ അമ്മയെ എന്നുള്ളത് മാറ്റിയിട്ട് എന്താവും? യുവർ മദർ എന്നുള്ളത് മാറിയിട്ട് എന്താവും? ഹിസ് മദർ എന്നാവും. ഹിസ് മദർ ദാറ്റ് യുവർ അക്കൗണ്ട് എന്ന് വെച്ചാൽ അമ്മയോട് പറയാനല്ലേ, അപ്പൊ ഹെർ അക്കൗണ്ട്സ് എന്നാവും. ദാറ്റ് ഹെർ അക്കൗണ്ട്സ് ലിമിറ്റ്. ഇവിടെ ഈസ് ഓവർ എന്നാണുള്ളത്. ഈസോ ആമോ ആറോ വന്നാൽ വോസിലേക്കോ വേറിലേക്കോ മാറണം. ഇവിടെ അക്കൗണ്ട്സ് ലിമിറ്റ് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് ഓവർ എന്നുള്ളത് എന്താവും? വോസ് ഓവർ എന്നാവും. കാര്യം മനസ്സിലായല്ലോ? അപ്പൊ ഈ ചോദ്യം ഒന്ന് സ്റ്റാർ ചെയ്ത് നോക്കി. ഇതുപോലത്തെ ചോദ്യം വന്നാൽ ടെൻഷൻ ആവരുത്. ഇനി അടുത്തത് അടിപൊളി കാര്യമാണ്. അലി ഇവിടെ ഓക്കെ അല്ലേ ഉള്ളത്? ഓക്കെ, യെസ് വന്നാൽ നമ്മൾ അലി റിപ്ലൈഡ് പോസിറ്റീവ്ലി എന്ന് പറയും. നോ വന്നാൽ അലി റിപ്ലൈഡ് നെഗറ്റീവ്ലി എന്ന് പറയും. എന്നാൽ ഓക്കെ വന്നാൽ നമ്മൾ എന്ത് പറയും? അലി എഗ്രീഡ് എന്ന് പറയണം. എന്ത് പറയണം? അലി എഗ്രീഡ്. ഓക്കെ വന്നാൽ എന്ത് പറയണം? എഗ്രീഡ് എന്ന് പറയണം. ഓക്കെ, എഗ്രീഡ്. ഓക്കെ, അലി എഗ്രീഡ്. എന്നിട്ടോ ഐ വിൽ ഇൻഫോം മൈ മദർ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് പോലെ റിപ്പോർട്ട് ചെയ്യുക. അലി എഗ്രീഡ് ആൻഡ് സെഡ് ദാറ്റ്. അലി എഗ്രീഡ് ആൻഡ് സെഡ് ദാറ്റ്. ഐ വിൽ എന്നുള്ളത് മാറിയിട്ട് എന്താവും? ഹി വുഡ് ഇൻഫോം. മൈ മദർ എന്നുള്ളത് മാറിയിട്ട് എന്താവും? ഹിസ് മദർ എന്നാവും. ഓക്കെ, കാര്യം മനസ്സിലായി. അപ്പൊ റിപ്പോർട്ടർ സ്പീച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി തെറ്റിക്കരുത്. റിപ്പോർട്ടർ സ്പീച്ചിൽ ഇനി ഒരു തെറ്റും വരുത്തരുത്. അടുത്ത് നമ്മൾ എന്തിലേക്ക് പോവാണ്? എഡിറ്റിംഗിലേക്ക് പോവാണ്. എഡിറ്റിംഗിലേക്ക് പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാസ്റ്റർ ഊക്വേ പറഞ്ഞൊരു കാര്യമാണ്. എന്താണ്? ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുന്നവർക്ക് എഡിറ്റിംഗ് ശരിയാവും. അല്ലെ? ഇയാൾ പറഞ്ഞ വേറൊരു ഡയലോഗ് ഉണ്ട്. എന്താണ്? യെസ്റ്റർഡേ ഇസ് എ ഹിസ്റ്ററി, ടുമോറോ ഇസ് എ മിസ്റ്ററി, ആൻഡ് ടുഡേ ഇസ് എ ഗിഫ്റ്റ്. That is why it's called the present. So ഇന്നലെ കഴിഞ്ഞു, നാളെ വരായിരിക്കും നമുക്കറിയില്ല. പക്ഷെ ഇന്ന് ഈ ദിവസം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സോ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ ചോദ്യമായിരുന്നു. ഈ ചോദ്യം നമുക്ക് വേഗം ആൻസർ ചെയ്യാം. ഈ ചോദ്യം എന്താ? A.J. Cronin was one of the passengers in the ship what was sailing. സോ ഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഷിപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടുത്തെ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത് വാട്ട് അല്ല, എന്താണ്? വിച്ച് ആണ്. സോ റിലേറ്റീവ് പ്രോനൗൺ വരുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത്, ഇവിടെ ദാറ്റ് അല്ല വരിക. ഇവിടെ എന്താ വരിക? ദാൻ ആണ് വരിക. അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്ന ചോദ്യമാണ്. നോ സൂണർ ഹാഡ് ദാൻ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ഞാനത് കഴിഞ്ഞ ഗ്രാമറിന്റെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നോ സൂണർ ദാൻ എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ ആണ്. നോ സൂണർ ഹാഡ് ദാൻ. 2 കാര്യങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് നടക്കുമ്പോൾ അതിൽ ആദ്യം നടന്ന കാര്യത്തിന് മുമ്പിൽ നോ സൂണർ ഹാഡും രണ്ടാമത് നടന്ന കാര്യത്തിന് മുമ്പിൽ ദാനും ചേർക്കും. ഇതാണ് നോ സൂണർ ഹാഡ്. അപ്പോൾ അതൊന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ്. ഒരു തവണ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ അവർ തിരിച്ചാലോചിക്കും, ചോദിച്ചാൽ എന്താ? ചോദിച്ചാണല്ലോ, അപ്പൊ പിന്നെയും ചോദിച്ചാൽ എന്താ? അപ്പൊ പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്തത്, ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ കാണുമ്പോൾ ആലോചിക്കുക അത് എന്തായിരിക്കും? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. റിസസിറ്റേഷൻ അല്ലേ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. സോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വേർഡ് അവർ ചോദിച്ചു, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ എന്താ വരുന്നത്? വുഡ് ടേക്ക് എന്നുള്ളത് മാറിയിട്ട് എന്താവണം? വുഡ് ഹാവ് ടേക്കൺ ആവണം. ടെൻഷൻ ആവണ്ട. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. എന്താ കാര്യം എന്നറിയോ? ഇവിടെ ഇഫ് ക്ലോസ് ആണുള്ളത്. ഇഫ് ക്ലോസിൽ എന്താ ഉള്ളത്? ഹാഡ് നോട്ട് ബീൻ. ഹാഡ് വന്നാൽ ഹാഡ് പ്ലസ് V3 ആണ്. കാരണം ഹാഡ് വരുന്നത് വേറെ കേസൊന്നുമില്ല. ഹാഡ് പ്ലസ് V3 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഞാൻ ഇന്നലെ കോൺവെർസേഷൻ കംപ്ലീഷൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം? വുഡ് ഹാവ് പ്ലസ് V3 വരണം. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 വരണം. ഓക്കെ, സോ ഈ ചോദ്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ പുതിയ ചോദ്യത്തിലേക്ക് പോവാണ്. ഓക്കെ,
എന്റെ മക്കള് ഇതിന്റെ ആൻസർ ABCD എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ആൻസർ വേഗം കമന്റ് ബോക്സിൽ ഇട്ട്. അടുത്ത് ഞാൻ ഫ്രേസൽ വേർബ്സ് കംപ്ലീറ്റ് ചെയ്യും, ഫ്രേസൽ വേർബ്സ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇതിന്റെ ആൻസർ വേഗം ABCD. സാർ റോങ്, ആം ഐ റോങ്? വിച്ച് വൺ? റിസസിറ്റേഷൻ റൈറ്റ് ആണ്, വിച്ച് റൈറ്റ് ആണ്, ദാൻ റൈറ്റ് ആണ്, വുഡ് ഹാവ് ടേക്കൺ റൈറ്റ് ആണ്, റൈറ്റ് ആണ്. ഐ എം സോറി, ഐ എം റൈറ്റ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ വേഗം കമന്റ് ബോക്സിൽ പറഞ്ഞേ. യെസ്, ഏഴ് ആൻസർ എന്താ നോക്കൂ. ഞാൻ തിയറിയും കഥാപ്രസംഗവും ഒന്നും നടത്തുന്നില്ല, ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. 8.6K കൺകറന്റ് വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ പുഷ് ചെയ്താൽ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഇപ്പൊ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 10K ആവണം, ഉറപ്പായിട്ടും 10K ആവും. നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ കുത്തിപ്പൊട്ടിച്ച് 8.6K ആക്കി, 9K ആക്കി. Sharath went outside when he heard a call. He saw a young boy in the garden, a survivor from. ഒന്നാമത്തെ ചോദ്യം ഇച്ചീച്ച് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഫ്രം എ അപ്ടേൺ ബോട്ട് എന്നാണോ പറയാ? ആൻ അപ്ടേൺ ബോട്ട്, ഇച്ചീച്ച് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് അപ്ടേൺ ബോട്ട്, ഓൺ ദ ബോട്ട് ആണോ? അല്ല, ഓൺ ദ ബോട്ട് അല്ല. എന്ത് ബോട്ടാണ്? ഇൻ ദ ബോട്ടാണ് അല്ലേ? ബോട്ട് സ്റ്റോമിൽ കൊടുങ്കാറ്റിൽ എന്താണ്? ഇനി അടുത്തത് ഓക്കെ, ഇനി എന്താ നോക്ക്, ഇവിടെ എന്താ ആൻസർ വരിക? ഷോസ് എന്നുള്ളത്. നോക്കൂ, നിങ്ങൾ ഈ പാസേജ് മൊത്തം എടുത്ത് നോക്കി കഴിഞ്ഞാൽ വെന്റ്, ഓക്കെ, സോ, ഇതൊക്കെ എന്താണ്? V2 ആണ്. അതായത് ഈ പാസേജ് മൊത്തം കിടക്കുന്ന എന്തിനാണ്? V1-ലാണോ V2-ലാണോ? V2-ലാണ്. അപ്പൊ പിന്നെ ഷോസ് എന്ന് പറഞ്ഞ വേർബിനെ എന്ത് ചെയ്യണം? V2-ലേക്ക് മാറ്റണം. അപ്പൊ ഷോസ് മാറി എന്താവും? ഷോ ഡൗൺ. ഇനി അടുത്തത്, ഇതൊരു റിലേറ്റീവ് പ്രോനൗൺ ആണ്. സോ ദാറ്റ് ആണ് തെറ്റിയതെങ്കിൽ ഇവിടെ വരാൻ സാധ്യതയുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? ബിച്ച്, ബേർ, ഹൂ, വെൻ, ദാറ്റ് ഇല്ലല്ലോ. ഓക്കെ, ഈ വേർഡ്സിൽ ഏതെങ്കിലും ഒന്നാണ് വരിക. അപ്പൊ നിങ്ങൾ ആരെ കുറിച്ചാണ് പറഞ്ഞത് നോക്കുക. ആരെ കുറിച്ചാണ് പറയുന്നത്? നീൽകണ്ഠയെ കുറിച്ചാണ് പറയുന്നത്. നീൽകണ്ഠ ഒരു പേഴ്സൺ ആണ്. തെറ്റിയത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. നീൽകണ്ഠയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്താ വരിക? ഹൂ എന്നാണ് വരിക. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. എന്താ വരിക? ഹൂ എന്നാണ് വരിക. അയ്യോ, ഇത് കൊമേഴ്സാ. ഓക്കെ, ഹൂ എന്നാണ് വരിക. ഇനി നമ്മൾ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇത് 2022 ആനുവൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. 2022 ആനുവൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. നോക്കൂ, ഓൾ മൈ ക്യാരക്ടേഴ്സ് വാസ്. നമ്മളിതിനെ ഏത് ടെൻസിലേക്ക് മാറ്റണം എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. നോക്കിക്കോ, they ate apples, they talked a lot about weather. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ പാസേജ് എന്തിലാണ് കിടക്കുന്നത്? V2-ലാണ് കിടക്കുന്നത്. ഓക്കെ, V2-ലാണ് കിടക്കുന്നത്. അപ്പോൾ വോസ് എന്നുള്ളത് V2 ആണോ V1 ആണോ? വോസ് എന്നുള്ളത് എന്താണ്? V2 ആണ്. കാരണം എന്താ? ഈസ് ആം ആർ ആണ് V1. എന്ത്? V1. വോസ് V2 ആണ്. പിന്നെ എന്താ പ്രശ്നം? വോസ് മാത്രമല്ല V2, പിന്നെ ഏത് കൂടെ ഉണ്ട്? വേറ് കൂടെ ഉണ്ട്. പിന്നെ എന്താ പ്രശ്നം? വോസ് എന്ന് പറയുന്നത് V2 ആണ്, പക്ഷെ എന്താണ്? സിംഗുലർ ആണ്. വേറും V2 ആണ്, പക്ഷെ എന്താണ്? സിംഗുലർ ആണ്. അപ്പൊ ഈ പാസേജ് മുഴുവൻ V2-ലാണ്. ഈ പാസേജ് മുഴുവൻ പാസ്റ്റ് ടെൻസിലാണ്. വോസും പാസ്റ്റ് ടെൻസിലാണ്. പക്ഷെ വോസ് എന്തിലല്ല ഉള്ളത്? വോസ് പ്ലൂരൽ അല്ല ഉള്ളത്. നോക്കൂ, ഓൾ മൈ ക്യാരക്ടേഴ്സ്, എൻ്റെ എല്ലാ കഥാപാത്രങ്ങളും എന്ന് പറയുന്നത് പ്ലൂരലാണ്. സോ വോസിന്റെ പ്ലൂരലാണ് ആൻസർ. ഏതാണ് ആൻസർ? വേർ. ഒന്നാമത്തെ ആൻസർ എന്താണ്? വേർ. എനിക്കറിയാം നിങ്ങൾ ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. കാരണം എന്താ? വോസ് അല്ലെങ്കിൽ വേർ, അങ്ങനെയല്ല, വേർ ആണ് ആൻസർ. അടുത്തത്, all my characters were white and blue eyed, they playing. ഞാൻ പറഞ്ഞു ഓൾറെഡി ശരിയായിട്ടുള്ള വേർബുകളൊക്കെ V2-ലാണുള്ളത് അല്ലേ? ബാക്കിയുള്ള പാസേജ് മൊത്തം V2-ലാണ് കിടപ്പുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? ഈ പ്ലേയിങ്ങിന് എന്ത് ചെയ്യുക? V2-ലേക്ക് മാറ്റുക. സോ they played now. Okay, they played in the snow, they ate apples and they talked a lot about the weather. How lovely it was. Which? Okay, it was which. നിങ്ങൾ കുറെ പേര് എഴുതാൻ സാധ്യതയുള്ളൊരു ആൻസർ ഞാൻ പറയാം. ഏതാണ്? when. ഓക്കെ, വെൻ കറക്റ്റ് ആണ്. പക്ഷേ അവിടെ കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഏതാണ്? ദാറ്റ് ആണ്. അപ്പോൾ ഒന്നിക്കും ദാറ്റ് എഴുതാം, അല്ലെങ്കിൽ വെൻ എഴുതാം. രണ്ടിനും നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഇനി എനിക്ക് അറിയേണ്ടത് ഹാസ് കമ്മിന് പകരം നിങ്ങൾ എന്ത് എഴുതുന്നതാണ്? യെസ് 8,900 ആയിട്ടുണ്ട്. ഹാസ് കമ്മിന് പകരം എന്ത് എഴുതും? എനിക്കറിയാം നിങ്ങൾ കൂടുതൽ പേര് എന്താ എഴുതുക? വെന്ന എഴുതുക. പക്ഷെ വെന്ന അല്ലായിരുന്നു ആൻസർക്കുള്ള ആൻസർ, ദാറ്റ് ആയിരുന്നു. പക്ഷെ അന്ന് വെന്നും ആൻസർ കൊടുത്തിട്ടുണ്ട്, മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി പറ, ഹാസ് കം എന്താവും? ഹാസ് എന്നുള്ളത് V1 ആണ്. അപ്പൊ അതിനെ V2-ലേക്ക് മാറ്റണം. സോ ഹാസ് മാറിയിട്ട് എന്താവും? ഹാസ് മാറിയിട്ട് ഹാഡ് ആവും. കം എന്താ വ്യത്യാസം വരിക? ഹാസിന്റെയും ഹാവിന്റെയും ഹാഡിന്റെയും കൂടെ V3 വരിക.
അല്ലേ? അപ്പൊ കമ്മിന്റെ V3 എന്താ? കമ്മിന്റെ V3 കെയിം അല്ലല്ലോ, കെയിം കമ്മാണ്. അപ്പോൾ ഹാഡ് കെയിം എന്ന് എഴുതരുത്, ഹാഡ് കം എന്ന് എഴുതണം. കെയിം എന്ന് എഴുതി അടി കിട്ടും. ഓക്കെ, സോ ഹാഡ് കമ്മാണ് ആൻസർ. ഓക്കെ, അതും കിട്ടി. സോ റെസ്പെക്ട് ദ ക്വസ്റ്റ്യൻ, ഓൾവേസ് റെസ്പെക്ട് ദ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമുക്കിനി യെസ് ഒരു മിനിറ്റ്. ഓക്കെ, നമുക്കിനി 3 ക്വസ്റ്റ്യൻസ് കൂടെ എന്ത് ചെയ്യാം, എഡിറ്റിംഗിൽ ചെയ്യാം. 3 ക്വസ്റ്റ്യൻസ് കൂടെ എഡിറ്റിംഗിൽ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Adichi came for a conventional middle class family. ഒരു ഇച്ചിച്ച് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ് സർ, 9000 ക്രോസ് ചെയ്തിട്ടുണ്ട്. ലൈവ് തുടങ്ങി 3/4 മണിക്കൂർ ആവുന്നേ ഉള്ളൂ. 9000 ക്രോസ് ചെയ്തു. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. യെസ്, ഒന്നാമത്തെ എന്താണ്? അതിച്ചി കെയിം ഫോർ ആണോ? അല്ല, ഫ്രം ആണ്, പ്രപ്പോസിഷൻ. അതൊക്കെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്താൽ കിട്ടുന്നേ ഉള്ളൂ. നിങ്ങളുടെ ശ്രദ്ധ മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. അടുത്തത്, Adichi came from a conventional middle class family. Her father was a professor and her mother was a administrator ആണോ? അല്ല, an administrator ആണ്. She grew up on a university campus in eastern Nigeria. They have, അപ്പോൾ നോക്കുക, അവിടെ തെറ്റിയത് ഒരു ഓക്സിലറി വേർബ് ആണ്. തെറ്റിയത് ഓക്സിലറി വേർബോ മെയിൻ വേർബോ ആണെങ്കിൽ ശരിയായിട്ടുള്ള വേർബ് ഏതാ നോക്കിയാൽ മതി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രേസൽ വേർബ്സ് പറയാം കേട്ടോ. സോ അപ്പോഴത്തേക്ക് നിങ്ങളുടെ ഫുൾ ടീമിനെ സെറ്റ് ആക്കി നിന്നോ. ഫ്രേസൽ വേർബ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ, Adichi came, അപ്പോൾ V2 ആണ് കൺവെൻഷൻ. ഹെർ ഫാദർ വാസ് V2 ആണ്. ഷീ ഗ്രൂ അപ്പ് V2 ആണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള വേർബുകളൊക്കെ V2യിലുള്ളത്. അപ്പോൾ പിന്നെ ഹാവിനെ പിടിച്ച് V2യിലേക്ക് ആക്കിയാൽ മതി. ഹാവിൻ്റെ V2 എന്താ? ഹാവിൻ്റെ V2 ഹാഡ് ആണ്. അടിപൊളി, സൂപ്പർ. സോ ദേ ഹാഡ് എ ബോയ് named Fide for domestic help. The only thing Adichi knew about Fide was his family. നോക്കൂ, അവന്റെ ഫാമിലി എന്നുള്ളത് അവന്റെ കുടുംബം എന്നാണ്, കുടുംബങ്ങൾ എന്നല്ല, ഒരു കുടുംബമാണ്. സോ അവന്റെ ഫാമിലി എന്നുള്ളത് സിംഗുലർ ആണ്, വേറെ പ്ലൂരൽ ആണ്. സോ വേറെ മാറ്റി എന്താക്കണം? ബോസ് ആക്കണം. ഓക്കെ, വേറെ മാറ്റി എന്താക്കണം? ബോസ് ആക്കണം. അടിപൊളി. അടുത്തത്, മോഡൽ എക്സാം 2020 ചോദിച്ച ചോദ്യം ഇതാണ്. ഐ കുഡ് ഫീൽ മൈ ഹാർട്ട് പൗണ്ടിങ് ലൗഡ്. എപ്പോഴും ആലോചിക്കുക, ഇവിടെ നിങ്ങൾക്കൊരു വേർബാണ് തന്നിട്ടുള്ളത് അല്ലേ? ഇത് വേർബാണ്. അപ്പൊ പിന്നെ ഇതെന്തല്ല? വേർബ് അല്ല, അത് ആഡ്വേർബ് ആണ്. സോ ഐ കുഡ് ഫീൽ മൈ ഹാർട്ട് പൗണ്ടിങ്. എനിക്ക് എൻ്റെ ഹൃദയം പൗണ്ട് ചെയ്യുന്നത്, ഫീൽ ചെയ്യാൻ പറ്റുന്നു. എങ്ങനെ പൗണ്ട് ചെയ്യുന്നത്? നല്ല ശബ്ദത്തിൽ പൗണ്ട് ചെയ്യുന്നത്, നല്ല സൗണ്ടിൽ പൗണ്ട് ചെയ്യുന്നത്. സോ ഒന്നാമത്തത് ലൗഡ് എന്നുള്ളത് മാറിയിട്ട് എന്താവും? ലൗഡ്ലി എന്നാവും. സോ അതിനെ മാറ്റി ലൗഡഡ് എന്നൊന്നും എഴുതരുത്. ഐ could feel my heart pounding loudly in my chest. Something bitter and wild tasting were coming up. Something bitter and wild tasting were coming up. അല്ല, something bitter and wild tasting were coming up അല്ല. എന്താണ്? was coming up ആണ്. എന്താണ്? was coming up ആണ്. ഇനി I was afraid I was going to be sick. I am going to be sick എന്നുള്ളത് മാറിയിട്ട് എന്താവും? I was going, പാസ്റ്റിലേക്ക് മാറ്റുക. I don't need എന്നുള്ളത് മാറിയിട്ട് എന്താവും? I don't need മാറിയിട്ട് എന്താവും? I didn't need ആവും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ചോദ്യമാണ്. ഓക്കെ, ശരി. ഓക്കെ, യെസ്. അടുത്തത് ഈ ക്വസ്റ്റ്യൻ ആൻസർ. യെസ്, ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞേ. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ, ചിമമാണ്ട ഇൻകോസി അടിച്ചി ഈസ് എ സ്റ്റോറി ടെല്ലർ. അപ്പൊ നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും നേരം നമ്മൾ ചെയ്ത പാസേജിലൊക്കെ പാസ്റ്റ് ടെൻസിലായിരുന്നു ഉള്ളത്. എന്നാൽ ഇവിടെ ഈസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പാസേജ് എന്തിനാണുള്ളത്? പ്രസന്റ് ടെൻസിലാണുള്ളത്. ഈ പാസേജ് എന്തിനാണുള്ളത്? പ്രസന്റ്. ഡിഡ് നീഡ് എന്ന് ഞാൻ എഴുതിയല്ലേ? പ്രസന്റ് ടെൻസിലാണുള്ളത്. അപ്പൊ പറയാം, മുന്നോട്ട് പോവാണ്. അതിച്ചി ഈസ് എ സ്റ്റോറി ടെല്ലർ. Shimamanda Ngozi Adichie is a storyteller which has carved. So നമ്മൾ ആരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ Adichie കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ Adichie ഒരു ഒബ്ജക്റ്റ് അല്ല, ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് വിച്ച് മാറി എന്താവും? ഹു ആവും. സോ ഒന്നാമത്തെ ആൻസർ ഒരുപാട് പേര് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ എന്താണ്? carved a niche for herself in the literary world. In her speech she clear dwells. സോ നിങ്ങൾ ക്ലിയർ എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കരുത്? ക്ലിയേഴ്സ് ഒന്നും ആക്കരുത്. എന്തോ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ അതേ കേസാണ്. പൗണ്ടിങ് ഇവിടെ വേർബ് ആയിരുന്നല്ലോ, അതുപോലെ ഡ്വെൽസ് അപ്പോൺ എന്നുള്ളത് ഇവിടെ എന്താണ്? വേർബാണ്. അപ്പൊ എങ്ങനെ ഡ്വെൽസ് അപ്പോൺ ദ ഡേഞ്ചേഴ്സ് ഓഫ് എ സിംഗിൾ സ്റ്റോറി, അതായത് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നു, സംസാരിക്കുന്നു, പറയുന്നതൊക്കെയാണ്. സോ ക്ലിയർ ഡ്വെൽസ് അപ്പോൺ അല്ല, എന്ത് ഡ്വെൽസ് അപ്പോൺ ആണ്? ക്ലിയർലി ഡ്വെൽസ് അപ്പോൺ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, തൊട്ടപ്പുറത്ത് ക്ലിയറിംഗ് അല്ല, ING എഴുതരുത്. അത് ഇത് മനസ്സിലായ ആളുകളുടെ നാച്ചു സ്മൈലി താനിക്ക്. അതായത് ഇതെന്താ സാധനം? ഇത് വേർബ് അല്ല, ഇത് ആഡ് വേർബ് ആണ്. അദ്ദേഹം ഹി ഡ്വെൽസ് അപ്പോൺ, ഇത് ഈ കാര്യത്തെ കുറിച്ച് പറയുന്നു, ചിന്തിക്കുന്നു.
എങ്ങനെ ചിന്തിക്കുന്നു? ക്ലിയർ ആയിട്ട് ചിന്തിക്കുന്നു. സോ ക്ലിയർലി ഡ്വെൽസ് അപ്പോൺ ദ ഡേഞ്ചേഴ്സ് ഓഫ് എ സിംഗിൾ സ്റ്റോറി. സൈറ്റിംഗ് ഹെർ ഓൺ, ഇത് തെറ്റിക്കരുത്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും, അതുകൊണ്ട് ഞാൻ അടുപ്പിച്ച് കൊണ്ടുതന്നു. ഓക്കെ, അടുപ്പിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി. സൈറ്റിംഗ് ഹെർ ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഷീ സ്റ്റേറ്റ്സ് ദാറ്റ് സിംഗിൾ സ്റ്റോറീസ് വെർ നോട്ട് അൺട്രൂ. സിംഗിൾ സ്റ്റോറീസ് വെർ നോട്ട് അൺട്രൂ. ഇത് മാറ്റിയിട്ട് വോസ് ആക്കി എത്ര പേരുണ്ട്? ഇത് മാറ്റിയിട്ട് വോസ് ആക്കി എത്ര പേരുണ്ട്? ദാറ്റ്സ് ആൻ അബ്സല്യൂട്ട്ലി റോങ് ടേക്ക്. എന്തുകൊണ്ടാ? കാരണം നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, നമുക്കൊരു പ്രശ്നമുണ്ട്. വേറെ കണ്ട വോസ് ആക്കും, വോസ് കണ്ട വേറെ ആക്കും. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ പാസേജ് കിടക്കുന്നത് V1-ലാണ്. അപ്പോൾ വേറെന്നുള്ളത് V2, വോസും വേറും V2 ആണ്. അപ്പോൾ ഇതിന്റെ V1 എന്താ? ഇവിടുത്തെ ആൻസർ എന്താ വരിക? സിംഗിൾ സ്റ്റോറീസ്. സിംഗിൾ സ്റ്റോറീസ് എന്നുള്ളത് പ്ലൂരൽ അല്ലേ? സോ പ്ലൂറലാണ്. അപ്പോൾ V1 ആയതുകൊണ്ട് അവിടെ ആൻസർ എന്താ വരിക? വോസ് ഒന്നും അല്ല വരിക, എന്താ വരിക? ആണ് വരും. അടിപൊളി. സിംഗിൾ സ്റ്റോറീസ് ആണ്. ഓക്കെ, നോട്ട് അൺട്രൂ ബട്ട് ഇൻകംപ്ലീറ്റ്. സിംഗിൾ സ്റ്റോറീസ് മേക്സ്. സിംഗിൾ സ്റ്റോറീസ് മേക്സ് ആണോ മേക്ക് ആണോ? സിംഗിൾ സ്റ്റോറീസ് എന്ന് വെച്ചാൽ പ്ലൂറലാണ്. സോ പ്ലൂറലിന് കൂടെ സിംഗിൾ എസ് ഫോം, മേക്സ്, സിങ്സ്, പ്ലേസ്, ജംപ്സ് ഒന്നും പോവില്ല. പിന്നെ എന്തേ പോവുള്ളൂ? സിംഗിൾ സ്റ്റോറീസ് മേക്ക്. സിംഗിൾ സ്റ്റോറീസ് മേക്സ്. സോ ഇത് 4 ശരിയായ ആളുകൾ, 4 ശരിയായ ആൾക്കാർ കമന്റ് ബോക്സിൽ ഒരു കുഞ്ഞ് തംസ് അപ്പ് തരിക എനിക്ക്. നമ്മൾ ഫ്രേസൽ വെർബ്സിലേക്ക് പോവാണ്. എനിക്ക് അതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം കൂടെ ഉണ്ട്. ഈ ലൈവ് ലൈക്ക് ചെയ്യാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് 10K ലൈക്സ് ആക്കാൻ പറ്റുമെന്നൊന്ന് നോക്കൂ. ഓക്കെ, 10K ലൈക്സ് ആക്കാൻ പറ്റുമെന്ന് നോക്കൂ. നമ്മൾ ഫ്രേസൽ വെർബ്സിലേക്ക് പോകുന്നു. മക്കളെ, ഞാൻ വേഗം കാര്യം പറയാം, കാര്യത്തിലേക്ക് പോകാം. ഇതാണ് പ്രശ്നം. The phrasal verbs in the exam are not from the list we studied. നമ്മൾ പഠിച്ച ലിസ്റ്റ് നല്ല എന്ത് വരുന്നത്? ഫ്രേസൽ വെർബ്സ്. ഒരുപാട് പേർക്ക് ശരിയായിട്ടുണ്ട്. സൂപ്പർ, ഒരുപാട് പേർക്ക് ശരിയായിട്ട്. ഐ എം സോ ഹാപ്പി. നിങ്ങൾ പേടിക്കണ്ട. മോഡൽ എക്സാം കഴിഞ്ഞ് നിങ്ങൾ വാ. എന്നിട്ട് നിങ്ങളുടെ മോഡൽ എക്സാം 21 കഴിയും, 21-ാം തീയതി കഴിയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഞാൻ ചെയ്യും, ഗ്രാമർ, ഡിസ്കോഴ്സുകളൊക്കെ വെച്ചിട്ട്. ഈ തവണത്തെ ഇംഗ്ലീഷിൽ നമ്മൾ A+ അടിച്ചിരിക്കും, 80 അടിച്ചിരിക്കും. ആ കോൺഫിഡൻസിലാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യും. അതിലൊന്നും ഒരു സംശയമില്ല. ഇപ്പൊ നിങ്ങൾ എത്ര ആലോചിക്കുക? ഇന്നത്തെ എക്സാമിന് നിങ്ങൾ ഓൾറെഡി ഒരു ലിസ്റ്റ് പഠിച്ചു വെച്ചിട്ടുണ്ടോ? ഇതല്ലേ നമ്മുടെ പ്രശ്നം. നമ്മൾ പഠിച്ച ഫ്രേസൽ വെർബ്സ് ഒന്നും ഇവിടെ വരുന്നില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നില്ല. നമ്മൾ കുറെ ഫ്രേസൽ വെർബ്സ് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? പുട്ട് ഓൺ, ധരിക്കുക. പുട്ട് എക്രോസ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പുട്ട് ഫോർവേഡ്, ഒരു ആശയം അവതരിപ്പിക്കുക. ഗിവ് അപ്പ്, പരാജയം സമ്മതിക്കുക. സെറ്റ് ഔട്ട്, യാത്ര പുറപ്പെടുക. ഇതുപോലെ ഒരുപാട് ഫ്രേസൽ വെർബ്സ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ? യെസ് സർ പറഞ്ഞ്. അങ്ങനെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യെസ് സർ പറഞ്ഞ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. അതായത് നമുക്ക് ഈ ഫ്രേസൽ വെർബ്സിനോട് ഒരു പേടി തുടങ്ങിയത്, ഈ ഫ്രേസൽ വെർബ്സ് എന്തോ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തോന്നി തുടങ്ങിയത് 2024 നടന്ന SSLC എക്സാമിലാണ്. യെസ് ഓർ നോ ആണ്. കാരണം എന്താ? 2024 ഇത് ഫസ്റ്റ് ടേം അല്ലേ? സോറി, ഫസ്റ്റ് ടേം അല്ല, സെക്കൻഡ് ടേം. ഫസ്റ്റ് ടേമിലും പ്രശ്നം ഉണ്ടായിരുന്നു, സെക്കൻഡ് ടേം. 2024 സെക്കൻഡ് ടേം നിങ്ങൾ എഴുതിയ ക്രിസ്മസ് എക്സാമിൽ ഡോൺ ഓൺ, ബ്ലെൻഡ് ഇൻ, ഡ്രൗൺ ഔട്ട്, റെയിൻ, ഈ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ച ലിസ്റ്റ് നല്ല വന്നത്. ആകെ നമ്മൾ പഠിച്ച ലിസ്റ്റ് ആ പരീക്ഷയ്ക്ക് വന്നത് ഏതാണ്? ടേക്കൻ ബാക്ക് ആണ്. യെസ്, ശരിയാണ്. പക്ഷെ അപ്പൊ എന്താ ചെയ്യേണ്ടത് അറിയോ? അങ്ങനെ എപ്പോഴും പുറത്തുനിന്ന് വരണമെന്നില്ല. പുറത്തുനിന്നല്ല ആക്ച്വലി വന്നത്. ഈ ഡോൺ ഓൺ വന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അല്ലേ? ഡോൺ ഓൺ വന്നത് എവിടെ നിന്നാണ്? ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ബ്ലെൻഡിൻ വന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. റെയിനിന് വന്നിട്ടില്ല. പക്ഷെ ബാക്കി 4 ഓപ്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഓഡ് വൺ ഔട്ട് ആണ് 5ാമത്തെ പൊസിഷനിൽ വേണ്ടത്. ഡ്രൗൺ ഔട്ട് വന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ടേക്കൻ ബാക്ക് വന്ന ടെക്സ്റ്റ് ബുക്കിലാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് എനിക്ക് സമയം താ. 5 മിനിറ്റ് സമയം താ. ഓക്കെ, ഈ 5 മിനിറ്റിൽ ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്ന ഫ്രേസൽ വെർബ്സ് മുഴുവൻ പഠിപ്പിച്ചു തരാം. അതായത് ഓൾറെഡി നിങ്ങൾ പഠിച്ച ഫ്രേസൽ വെർബ്സ് ഒരു തവണ റിവൈസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകും. താങ്ക് യു എവ്രിബഡി, താങ്ക് യു. ഓക്കെ, ഞാൻ താങ്ക് യു പറയാനുള്ള കാരണം നിങ്ങളുടെ പവറാണ് കാണിക്കുന്നത്. അല്ലാതെ ഞാൻ ഇവിടെ വന്ന് എത്ര സംസാരിച്ചിട്ടും കാര്യമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോഴാണ്, ഞാൻ പറയുന്നത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യം എന്ത് ചെയ്യുന്നത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. താങ്ക് യു. യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഒരു 10 മിനിറ്റ് കൂടെ നമ്മൾ ഈ ലൈവ്, ഓക്കെ, 10 മിനിറ്റ് കൂടെ നമ്മൾ ഈ ലൈവ് മുന്നോട്ട് പോകുമ്പോൾ ആ 10 മിനിറ്റിൽ നമുക്ക് 10K എത്താൻ പറ്റുമെന്നൊന്ന് നോക്കണം. ചിലപ്പോൾ പറ്റിയേക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ പറയുന്ന മുഴുവൻ ചാപ്റ്ററിലെയും 10 ചാപ്റ്ററിലെയും ഫ്രേസൽ വെർബ്സ് പറഞ്ഞുതരാം. 10 ചാപ്റ്ററിലെയും ഫ്രേസൽ വെർബ്സ് പറഞ്ഞുതരാം. ഓക്കെ, ക്യാൻ ഐ ഹാവ് എ ഫയർ ഇൻ ദ കമന്റ് ബോക്സ്? ഒരു കുഞ്ഞ് ഫയർ ഇടാവോ? 10 ചാപ്റ്ററിലെ ഫ്രേസൽ വെർബ് 5 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പോവാണ്. 10 ചാപ്റ്ററിലെ ഫ്രേസൽ വെർബ്സ് 5 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ നോക്കൂ,
അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻ ട്രീയിൽ എന്റെ മക്കൾ ഓർമ്മിച്ച് വെക്കേണ്ട ഫ്രേസൽ വെർബ്സ് ഒന്ന് യൂസ് ടു ആണ്. ഒന്ന് ഏതാണ്? യൂസ് ടു. യൂസ് ടു എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു. സോ ഓപ്ഷൻ യൂസ് ടു വന്നാൽ ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു, ഒരു പാസ്റ്റ് ഹാബിറ്റ്. ഇനി ഡെൽവ് ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ച് തർലി എന്നാണ്. ഡെൽവ് ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ച് തർലി എന്നാണ്. ബാബു പക്ഷേ 10 മിനിറ്റ് ഓക്കെ അല്ലേ? ഓക്കെ അടിപൊളിയായിട്ട് കുട്ടികളുടെ ഫുൾ പവർ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10,000 ആൾക്കാർ ഇവിടെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, യെസ്, ഡെൽവ് ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സെർച്ച് തർലി എന്നാണ്, ഒരു കാര്യം പരതുക എന്നാണ്. ആൻഡ് ഫ്ലോക്ക് ടു എന്താ? ഫ്ലോക്ക് ടു എന്ന് വെച്ചാൽ ഗ്യാദർ ചെയ്യുക, കൂടിച്ചേരുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒത്തുകൂടുക. ആൻഡ് ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രേസൽ വെർബ്. കാരണം പ്രൊജക്ട് ടൈഗർ എന്നൊക്കെയാണ് ചോദ്യം വരുന്നതെങ്കിൽ അവിടെ എന്ത് വരും? ഫ്ലോക്ക് ടു വരാൻ സാധ്യതയുണ്ട്. ഇനി ഗ്രംബിൾ അറിയാം അല്ലേ? ദ ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്. സോ അടുത്തത് ഡാർട്ട് എന്ന് വെച്ചാൽ ടു മൂവ് ക്വിക്ലി എന്നാണ്. റിഫ്രെയിൻ ഫ്രം ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. റിഫ്രെയിൻ ഫ്രം ചിലപ്പോൾ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ചോദ്യമാണ്. ടു സ്റ്റോപ്പ് വൺ സെൽഫ് ഫ്രം ഡൂയിങ് സംതിങ്, ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നാണ് റിഫ്രെയിൻ ഫ്രമിന്റെ. ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നാണ് റിഫ്രെയിൻ ഫ്രമിന്റെ മീനിങ്. ഒരു കാര്യത്തിൽ മാറി നിൽക്കുക. ദെൻ സ്ട്രൈക്ക് അപ്പ് എന്ന് വെച്ചാൽ എന്താ? സ്ട്രൈക്കുമായിട്ടൊരു ബന്ധമില്ല. ടു ഇനീഷ്യേറ്റ് എ ഫ്രണ്ട്ഷിപ്പ്, ടു ഇനീഷ്യേറ്റ് എ റിലേഷൻഷിപ്പ്, ഒരു ബന്ധം സ്ഥാപിക്കുക, ഒരു സൗഹൃദം തുടങ്ങുക എന്നൊക്കെയാണ്. ഞാൻ വളരെ വേഗത്തിലാണ് പറയുന്നത്, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ സ്നേക്ക് ആൻഡ് മെറിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലെ ഫ്രേസൽ വെർബ് സെറ്റ് അപ്പ് ആണ്. ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യണം, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. ആൻഡ് നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഷോ മീ സം ലവ് ഇൻ ദ കമന്റ് ബോക്സ് ബൈ പുട്ടിംഗ് എ നാച്ചു സ്മൈലി. ഓക്കെ, റെഡി? സാർ സുഖം സുഖം കുറച്ചായിട്ട്. ഓക്കെ, സെറ്റപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ടു എസ്റ്റാബ്ലിഷ് ഓർ അറേഞ്ച് സംതിങ് എന്നാണ്. ഒരു കാര്യം എന്ത് ചെയ്യുക? എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഒരു കാര്യം തുടങ്ങുക. ദെൻ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യലുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്? പുട്ട് ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ ഓപ്പോസിറ്റ് ആണ് ടേക്ക് ഓഫ്, ടു റിമൂവ് എന്നാണ്. അടുത്തത് ലുക്ക് ഇൻ ടു ആണ്. ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വളരെ ക്ലോസ് ആയിട്ട് എക്സാമിൻ ചെയ്യാം. ദെൻ ലേർക്ക് അറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ടു റിമെയിൻ ഹിഡൻ, പതിയിരിക്കുക, ഒളിഞ്ഞിരിക്കുക എന്നൊക്കെയാണ് ലേർക്ക് അറൗണ്ടിന്റെ മീനിങ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പ്രൊജക്ട് ടൈഗർ. ഈ പ്രൊജക്ട് ടൈഗർ എന്നുള്ള 3 ഫ്രേസൽ വെർബ്സ് കഴിഞ്ഞ 2 എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. സോ ഡോൺ അപ്പോൺ. ഡോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഡോൺ എന്ന് വെച്ചാൽ ആക്ച്വലി മലയാളം പ്രഭാതം എന്നാണ്. ഡോൺ അപ്പോൺ നമ്മൾ മലയാളത്തിൽ പറയില്ല, അവൻ ഇപ്പോഴാണ് നേരം വെളുത്തത്, അവരിപ്പോഴാണ് നേരം വെളുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോഴാണ് കാര്യം മനസ്സിലായത് എന്നാണ്. സോ ഡോൺ അപ്പോൺ എന്ന് വെച്ചാൽ ടു റിയലൈസ് ഓർ അണ്ടർസ്റ്റാൻഡ്. ഡോൺ അപ്പോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു റിയലൈസ് ഓർ അണ്ടർസ്റ്റാൻഡ് എന്നാണ്. അടുത്തത് ഗോ ഡൗൺ. ഓക്കെ, ഗോ ഡൗൺ. നിങ്ങൾ ആരും പേടിക്കണ്ട, ഹിന്ദിയുടെ ലൈവ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. ബാബുവാഷ് ഇവിടെ റെഡി. ബാബുവാഷ് ഒരു ഹായ് പറയൂ. ഹായ് സാർ, ബാബുവാഷ് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഗോ ഡൗൺ ദ ഡ്രെയിൻ. ഹായ് മക്കളെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഫുൾ പവർ. ഇത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ലിങ്ക് ആണ്. അതൊക്കെ നമുക്ക് ആ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങി പോകുള്ളൂ. നിങ്ങൾ ഇവിടെ കയറിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. ഓക്കെ, ശരി സാർ, ഇത് വേണ്ടല്ലോ, ഇവിടെ കുറെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് ഇരുന്ന. ഓക്കെ, ഇത് നല്ല സുഖമുണ്ട്. ഓക്കെ, ഗോ ഡൗൺ ദ ഡ്രെയിൻ. ഗോ ഡൗൺ എന്ന് വെച്ചാൽ എന്താ? പരാജയപ്പെടുക, വേസ്റ്റ് ആവുക എന്നൊക്കെയാണ്. ഗോ ഡൗൺ എന്ന് വെച്ചാൽ എന്താണ്? പരാജയപ്പെടുക അല്ലെങ്കിൽ വേസ്റ്റ് ആവുക എന്നാണ്. ഇനി ടേക്ക് എ ബാക്ക് അല്ലെങ്കിൽ ടേക്ക് ബാക്ക് എന്ന് വെച്ചാൽ ഷോക്ക് ഓർ സർപ്രൈസ് ആണ്. ഗിവ് ഇറ്റ് എ ഗോ. ഗിവ് ഇറ്റ് എ ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ട്രൈ സംതിങ് എന്നാണ്. ഗിവ് ഇറ്റ് എ ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ട്രൈ സംതിങ് ആണ്. ഈ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എവർ മേഡിലേക്ക് വരുമ്പോൾ അവിടെ കം അക്രോസ് ഉണ്ട്. നമുക്ക് അറിയുന്ന ഫ്രേസൽ വെർബ് ആണ്. കം അക്രോസ് വെച്ചാൽ ടു മീറ്റ് എന്നാണ്. അടുത്തത് ഏർജ് ടുവേർഡ്സ് ഉണ്ട്. ഏർജ് ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സ്ട്രോങ് ആയിട്ട് എൻകറേജ് ചെയ്യുക എന്നാണ് ഏർജ് ടുവേർഡ്സ്. ദെൻ ഫോളൻ അണ്ടർ എന്ന് വെച്ചാൽ എന്താ? ഒരു കാര്യത്തിന് അഫക്റ്റഡ് ആവും. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ ജോൺ ഫോളൻ അണ്ടർ ദ ലൂസ് സൊസൈറ്റി ഓഫ് ദ സ്ട്രീറ്റ്സ്. സോ ഫോളൻ അണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോശം കാര്യത്തിന് എഫക്ട് ചെയ്യപ്പെടുക, അടിമയാവുക എന്നൊക്കെയാണ്. കം അറ്റ് വൺസ്, വേഗത്തിൽ വരിക. ടു ഗോ ഇമ്മീഡിയറ്റ്ലി. ഫോർ എക്സാമ്പിൾ, സർജന്റ് ഓഫ് പോലീസ് AJ ക്രോണിനെ വിളിക്കുന്ന സമയത്ത് കം അറ്റ് വൺസ് എന്ന് പറയുന്നത് പെട്ടെന്ന് പോവുക എന്നാണ്. ഓ സമ്മൺ എന്ന് പറഞ്ഞാൽ ഒരാളോട് ഒരു കാര്യം കടപ്പെട്ടിരിക്കുക എന്നാണ്. ഇത് വേണമെന്നില്ല, ഹാഡ് ഒക്കെ വേണമെന്നില്ല. ഇനി നമ്മൾ സ്കോളർഷിപ്പ് ജാക്കറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ക്യാരി ഔട്ട് ഇമ്പോർട്ടന്റ് ആണ്. ക്യാരി ഔട്ട് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് ഒരു കുറച്ച് ലൈക്സ് കൂടെ ഉണ്ടെങ്കിൽ 11,000 ലൈക്സ് ആവും. അതിപ്പോൾ സംഭവിക്കും. ക്യാരി ഔട്ട് എന്ന് വെച്ചാൽ എന്താ? ടു കണ്ടക്ട് ഓർ പെർഫോം എ ടാസ്ക് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം നടപ്പിലാക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മാർത്ത സ്റ്റഡീഡ് ഇൻ എ സ്മോൾ സ്കൂൾ in Texas. The school had a tradition carried out during every year 8th grade graduation. So carry out എന്ന് വെച്ചാൽ എന്താ? കണ്ടക്ട്, നടപ്പിലാക്കുക. അടുത്തത് ലുക്ക് ഫോർവേഡ് ടു. എന്താ ലുക്ക് ഫോർവേഡ് ടു എന്ന് വെച്ചാൽ? ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നാണ്. അടുത്തത് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചോദ്യം. ബ്ലെൻഡ് ഇൻ. സിമ്പിൾ അല്ലേ? ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? യു റിമെമ്പർ ദ വെരി ഫസ്റ്റ് ലൈൻ ഓഫ് ദ വെരി ഫസ്റ്റ് പോയം. ഐ ഹേർഡ് 1,000 blended notes while in a grove I sat recline. സോ ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ചാൽ മിക്സ് ചെയ്യാന്നാണ്, ഇഴുകി ചേരുക എന്നാണ്. അടുത്ത ഫ്രേസൽ വെർബ് ഡ്രൗൺ ഔട്ട് ആണ്. ഡ്രൗൺ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? ടു മേക്ക് എ സൗണ്ട് ഇൻഓഡിബിൾ ബൈ പ്രൊഡ്യൂസിങ് എ ലൗഡർ സൗണ്ട്. ഡ്രൗൺ എന്ന് വെച്ചാൽ
മുക്കിക്കളയുക എന്നാണ്. ഒരു കാര്യത്തെ ഓവർ പവർ ചെയ്യുക, ഒരു കാര്യത്തെ കവർ ചെയ്യുക. അടുത്തത് ഫിജറ്റ് വിത്ത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പ്രിൻസിപ്പിൾ ഓഫ് ഫിജറ്റ് വിത്ത്. ഇതല്ലേ, ഞാൻ ഭയങ്കര ടെൻഷൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാനിങ്ങനെ നെർവസ് ആയിട്ട് കുറേ ആക്ഷൻസ് കാണിക്കും. ഓക്കെ, അതിനാണ് എന്ത് ചെയ്യുക, ഫിജറ്റ് ചെയ്യുക എന്ന് പറയാം. ആൻഡ് നെവർനെസ്ലേക്ക് വരുമ്പോൾ അവിടെ എന്തുണ്ട്, അവിടെ ടേൺ ഔട്ട് ഉണ്ട്. ടേൺ ഔട്ട് എന്ന് വെച്ചാൽ എന്താ, ആയിത്തീരുക എന്നാണ്. അടുത്ത ഫ്രേസൽ വെർബ് ഗെറ്റ് ഓൺ ആണ്. അടുത്തത് ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ, ടു ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ്. അതായത് ഐ ഗെറ്റ് ഓൺ വെൽ, അല്ലെങ്കിൽ മിസ്റ്റർ ജോൺ get on well with AJ Cron. So അതാണ് get on എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബ്. അടുത്തത് pay off ആണ്. pay off means pay off തന്നെയാണ്, പേ ചെയ്യുക എന്നാണ്. അടുത്ത ഫ്രേസൽ വെർബ് look after എന്നാണ്. look after എന്ന് വെച്ചാൽ take care എന്നാണ്. then van kയിലെയും കാസ്റ്റവേയിലെയും ഫ്രേസൽ വെർബ്സ് കൂടെ ഓർമ്മിച്ച് വെക്കാം. van kയില് snap at ഉണ്ട്. snap at എന്ന് വെച്ചാൽ എന്താ, to speak someone in an angry or terrible manner. ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ദെൻ അടുത്തത് ബ്രേക്ക് ഔട്ട് ആണ്. ബ്രേക്ക് ഔട്ട് എന്ന് വെച്ചാൽ എന്താ, പെട്ടെന്നൊരു കാര്യം പൊട്ടിപ്പുറപ്പെടുക, അല്ലെ, ബ്രേക്ക് ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് ടേക്ക് അവേ ആണ്. ടേക്ക് അവേ എന്ന് വെച്ചാൽ റിമൂവ് ചെയ്യുക എന്നാണ്. ഗോ ഓൺ, കണ്ടിന്യൂ ആണ്. ദെൻ കാസ്റ്റവേ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ കാസ്റ്റവേയിലേക്ക് വരുമ്പോൾ അവിടെ അഡ്വക്കേറ്റഡ് ഫോർ ഉണ്ട്. അത് ഒരു കാര്യത്തിന് വേണ്ടി വാദിക്കുക, ഒരു കാര്യത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ദെൻ ലോങ് ഇറ്റ് ഫോർ, വിഷ് ഇറ്റ് ഫോർ. ലോങ് എന്ന് വെച്ചാൽ നീളത്തിൽ അല്ല, ലോങ് ഇറ്റ് ഫോർ എന്ന് വെച്ചാൽ വിഷ് ചെയ്യുക എന്നാണ്. ദെൻ ഗോ ഇൻ വെയിൻ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആവുക എന്നാണ്, ടു ബി വേസ്റ്റഡ് എന്നാണ്. ഓൺ ദ മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ്, ഇൻ മോഷൻ എന്നാണ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, കൃത്യം 6:30 ആയിട്ടുണ്ട് ബാബു. പക്ഷേ ഓക്കെ ആണല്ലോ, ഇല്ലില്ല, കുഴപ്പമില്ല. കോൺവെർസേഷൻ കംപ്ലീഷൻ നമ്മൾ ഓൾറെഡി ഇന്നലെ ചെയ്തതാണ്. ദെൻ പ്രപ്പോസിഷൻസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ജസ്റ്റ് ഫോക്കസ് ചെയ്യുക, ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസിനെ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ശ്രമിക്കുക. നോക്കൂ, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ചാടി കയറി ആൻസർ ചെയ്യരുത്. നോക്കൂ, അതിച്ചി ഈസ് എ സ്റ്റോറി ടെല്ലർ. A come from, and come from, who comes from. ഉറപ്പായിട്ടും ഏതാണ്, who comes from ആണ്. So focus on the question. Okay, focus on the question. Who come, ഹിന്ദി ആണല്ലോ ഇത്, who comes from ആണ്. who comes from അത് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ രണ്ടാമത്തെ ഫ്രം ആണ്. ഫ്രം എ കൺവെൻഷണൽ മിഡിൽ ക്ലാസ് ഫാമിലി. her father being a professor, she grew up on a university campus ആണോ, an university campus ആണോ? നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞേ. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി എന്നാണ്. ഇറ്റ് ബിഗിൻസ് വിത്ത് എ കോൺസണന്റ് സൗണ്ട്, ഇറ്റ് ബിഗിൻസ് വിത്ത് യാ സൗണ്ട്. സോ whenever there is a word that begins with consonant sound, you use ഏത് വേർഡായി നിങ്ങൾ യൂസ് ചെയ്യുക, എ ആണ് യൂസ് ചെയ്യുക. യു എന്ന് പറഞ്ഞ വവൽ ലെറ്റർ കണ്ടിട്ട് AEIOU ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആൻഡ് കൊടുക്കരുത്. അബ്സല്യൂട്ട്ലി റൈറ്റ്. സോ ഏതാണ്, എ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ്. ഈസ്റ്റേൺ നൈജീരിയ. ഏത് ഈസ്റ്റേൺ നൈജീരിയ, ഇൻ ഈസ്റ്റേൺ നൈജീരിയ. ഓക്കെ, സോ ഈ രീതിയിൽ പ്രപ്പോസിഷൻ വന്ന എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് എഴുതും. ബാക്കി നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ് നിങ്ങൾക്ക് അറിയാം. നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസിൽ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസിൽ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, നോക്കൂ, ഇതൊക്കെ ചുമ്മാ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നൗൺ ഫ്രേസിന്റെ സബ്ജക്ട് പൊസിഷൻ ഏതാ, അലി. രണ്ടാമത്തേൽ ഏതാ, ദ കുക്ക്. മൂന്നാമത്തേൽ ഏതാ, എ ഗ്രൂപ്പ് ഓഫ് മെൻ. ഇതൊക്കെയാണല്ലോ. ഇത് മൂന്നും നിങ്ങൾ ശരിയാക്കും, ഇത് മൂന്നും നിങ്ങൾ അടിപൊളിയാക്കി ശരിയാക്കും. ഇത് മൂന്നും നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ ഒരു ഫയർ കമന്റ് ബോക്സിൽ ഇട്ടെ. അതായത് നൗൺ ഫ്രേസിന്റെ സബ്ജക്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിലെ സബ്ജക്റ്റിനെയാണ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബാബുഷേ എന്റെ വീട്ടിലെ പൂച്ച പ്രസവിച്ചു എന്ന് പറയുവാണെങ്കിൽ അതിന്റെ സബ്ജക്ട് ഏതാ, ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നെ നോക്കണ്ട. ഓക്കെ, എന്റെ വീട്ടിലെ പൂച്ചയാണ്. സോ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിന്റെ മറ്റൊരു പേരാണെന്ത്, നൗൺ ഫ്രേസിന്റെ സബ്ജക്ട് പൊസിഷൻ. മറ്റൊരു ചോദ്യം, എന്റെ വീട്ടിലെ കറുത്ത കണ്ണുള്ള വെളുത്ത പൂച്ച പ്രസവിച്ചു. സബ്ജക്റ്റ് ഏതാ, എന്റെ വീട്ടിലെ കറുത്ത കണ്ണുള്ള വെളുത്ത പൂച്ച. സോ സബ്ജക്റ്റിനെയാണ് നൗൺ ഫ്രേസിന്റെ സബ്ജക്ട് പൊസിഷൻ എന്ന് വിളിക്കുന്നത്. സോ അലിയാണ് ഒന്നാമത്തെ സബ്ജക്ട്. നൗൺ ഫ്രേസിന്റെ സബ്ജക്ട് പൊസിഷൻ അലിയാണ്. രണ്ടാമത്തെ കുക്കാണ്. മൂന്നാമത്തെ എന്താണ്, എ ഗ്രൂപ്പ് ഓഫ് മെൻ ആണ്. എന്നാൽ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അതിച്ചി വെൻ to US for studies, അതിൽ അതിച്ചിയാണ് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. ഇവിടെ ഹെർ അമേരിക്കൻ റൂംമേറ്റ് ആണ് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. ഇവിടെ ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ആണ് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. എന്നാൽ ഈ ചോദ്യത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? പ്രശ്നം ഇത്രേ ഉള്ളൂ, ഇവിടെ നിങ്ങൾക്ക് ഒരു റിലേറ്റീവ് പ്രോനൗൺ കാണാം. ഏത്? വിച്ച്. സോ നിങ്ങൾക്ക് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ കണ്ടുപിടിക്കാൻ തന്ന സെന്റൻസ് ഒരു ലോങ് സെന്റൻസ് ആണെങ്കിൽ അതിൽ വിച്ച്, വാട്ട്, വേർ, വൈ, വെൻ, ദാറ്റ് പോലെയുള്ള റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടെങ്കിൽ ആ റിലേറ്റീവ് പ്രോനൗൺ കൂടെ ആഡ് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ കിട്ടുള്ളൂ. സോ ഇവിടെ ദ സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക അല്ല നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. എന്താണ്? ദ സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക വിച്ച് വി ബിലീവ്. അത്രയും വേണം. അവിടെ ശ്രദ്ധിച്ചോളാം. വിച്ച്, വേർ, ദാറ്റ്, വൈ, വെൻ, ഹു പോലെയുള്ള റിലേറ്റീവ് പ്രൊനൗൺ വരുമ്പോൾ അത് നിങ്ങൾ ഫോക്കസ് ചെയ്തോളാം. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഐ എം ഗോയിങ് ടു എൻഡ് ദ സെഷൻ. നോക്കൂ, ഇത്രയാണ് കാര്യം. ഇവിടെ ദ മാഗ്നിഫിഷ്യന്റ് ഓൾ ബനിയൻ ട്രീ ആണ് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. ഇവിടെ എവറി ആനിമൽ ഇൻ ഹോളിവുഡ് ആണ് സബ്ജക്ട് പൊസിഷൻ.
noun phrase in the subject position. ഇവിടെ the cage on the lorry ആണ് noun phrase in the subject position. അങ്ങനെയാണെങ്കിൽ ഈ സെന്റൻസിലെ noun phrase in the subject position ഏതാണ് എന്ന് കമന്റ് ബോക്സിൽ പറയുന്നു. സർ ബാബുഷേ സാർ വന്നോളൂ, നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ. ഞാനിവിടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് പീപ്പിൾ. ആരും എവിടെയും പോയിട്ടില്ല, എല്ലാവരും പവർഫുൾ ആയിട്ട് ഇവിടെ ഉണ്ട്. അതുകൂടെ പറയണം. അതായത് നമ്മുടെ ലൈവ് ഇവിടെ എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിവിടെ ശ്രദ്ധിച്ചോളാം, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങനെ തരും. ഇവിടുത്തെ നൗൺ ഫ്രേസിന്റെ സബ്ജക്ട് പൊസിഷൻ ഏതാണ്? ഇറ്റാണ്. ഏതാണ്? ഇറ്റാണ്. ഓക്കെ ആണല്ലോ. എന്താ ഇറ്റ് വരാൻ കാരണം? അവിടെ സബ്ജക്ട് ഇറ്റാണ്. ദാറ്റ് ഇറ്റിനൊക്കെ സബ്ജക്ട് ആവാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ വിത്ത് ദാറ്റ് നോട്ട് പീപ്പിൾ ഇംഗ്ലീഷിന്റെ എക്സാം അടിപൊളിയായിട്ട് തകർത്തെഴുതുക. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഇവിടെയുള്ള 9500 പേരും ഈ ലിങ്ക് ഇപ്പൊ കട്ടാവും. ഈ സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കമന്റ് ഒക്കെ ഇടുക. ഇപ്പൊ വേണ്ട, 2 ലൈവും കഴിഞ്ഞിട്ട് മതി. സോ ബാബുവാഷ് ഈ ലിങ്കിലാണ് ക്ലാസ് എടുക്കുന്നത്. അല്ല, ബാബുവാഷ് ഈ ലിങ്കിൽ ക്ലാസ് എടുക്കൂല എന്ന് പറഞ്ഞു. ചുമ്മാ കേട്ടോ. സോ അടുത്ത ലിങ്ക് ഇപ്പൊ ആക്റ്റീവ് ആവും. അടുത്ത ലിങ്കിൽ ഞാനും ബാബുവാഷും ഉണ്ടാവും. സോ പീപ്പിൾ, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സോ തൊട്ടടുത്ത ലിങ്കിൽ എല്ലാവരും ഓടിവാ, എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് പീപ്പിൾ. ഐ ലവ് യു എവരിബഡി.